ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു ഡ്രാമ കണ്ടാലോ? ഒരുപാട് പേര് ചോദിച്ച ഒരു ഡ്രാമയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഡ്രാമ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ഓപ്ഷൻ കൊടുക്കാനും മറക്കണ്ട. ഇപ്പോൾ സമയം കളയാതെ തന്നെ നമുക്ക് ഡ്രാമയിലേക്ക് പോകാം. ഹീറോയിൻ ആവട്ടെ അവളുടെ ഫ്രണ്ടുമായിട്ട് ഷോപ്പിങ്ങിന് വന്നപ്പോൾ അവളുടെ ഹസ്ബൻഡ് ചീറ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. ഹീറോയിന് പ്രത്യേകിച്ച് കുലുക്കമൊന്നും ഇല്ലെങ്കിലും അവളുടെ ഫ്രണ്ട് വല്ലതെ ഈ കാഴ്ച കണ്ട് ഷോക്ക് ആവുന്നുണ്ട്. അവൻ തന്നെ ചീറ്റ് ചെയ്യാണ്. ഇപ്പോൾ തന്നെ ഇതിനുള്ള പ്രതിഫലം അവന് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ അടുത്തേക്ക് ഹീറോയിനെ കൂട്ടിക്കൊണ്ട് ആസ്ട്രി പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഇപ്പോൾ എടുത്തു ചാടി ഒന്നും ചെയ്യേണ്ട, 6 മാസമായി അവൻ എന്നെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും ഒരു തെളിവിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഹീറോയിൻ അവരുടെ വീഡിയോ ഫോണിലേക്ക് പകർത്തുകയും ഫ്രണ്ട് ആവട്ടെ എന്താണ് നീ പറയുന്നതെന്ന് നമ്പരപ്പോടെ ചോദിക്കുകയും ചെയ്യുന്നു. അപ്പോഴൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഹീറോയിനും അവളുടെ ഹസ്ബൻഡുമായിട്ടുള്ള ദാമ്പത്യ ജീവിതം തുടങ്ങിയിട്ട് ഏതാണ്ട് 10 വർഷങ്ങളായിരുന്നു. വളരെയധികം സന്തോഷകരമായ ജീവിതമായിരുന്നു അവരുടേത്. അവരിരുവർക്കും ഒരു മകനും ഉണ്ടായിരുന്നു. വളരെ സന്തോഷകരമായി അവരെങ്ങനെ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോഴായിരുന്നു അവളുടെ ഹസ്ബൻഡിന്റെ കോട്ടിൽ നിന്ന് ഈ പൂച്ചക്കുട്ടികളുടെ സ്റ്റിക്കർ ഉള്ള ഒരു ബാൻഡേഡ് കിട്ടുന്നത്. അത് അവളുടെ എല്ലാം അവൾക്ക് ഉറപ്പായിരുന്നു. മകനും അങ്ങനത്തെ ബാൻഡേഡ് ഒന്നും യൂസ് ചെയ്യാറില്ല. എന്നിരുന്നാലും തന്റെ പക്കലുള്ള ബാൻഡേഡുമായിട്ട് അവൾ ഒത്തു നോക്കുന്നുണ്ട്. അത് രണ്ടും വേറെ വേറെ ആയിരുന്നു. അപ്പോൾ തന്നെ ഹീറോയിന്റെ ഉള്ളിൽ മറ്റൊരു സ്ത്രീയുമായി അയാൾക്ക് ബന്ധമുണ്ടോ എന്നൊരു സംശയം തോന്നുന്നു. ആദ്യം അവൾ സംശയിച്ചത് അയാളുടെ പേഴ്സണൽ അസിസ്റ്റന്റിനെ ആയിരുന്നു. അവളുടെ സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്ത് ഓരോരോ പോസ്റ്റുകളും ഹീറോയിൻ നോക്കി. അപ്പോഴാണ് ഓഫീസിൽ നിന്ന് പേഴ്സണൽ അസിസ്റ്റന്റ് എടുത്തേക്കുന്ന ഫോട്ടോയിൽ ഒരു പൂച്ചക്കുട്ടിയുടെ കീ ചെയിൻ അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. തീർച്ചയായും അവൾ തന്നെ ആയിരിക്കുമെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അവളുടെ ഹസ്ബൻഡ് വിളിച്ചിട്ട് ഒരു ഫയൽ മറന്നുപോയി എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഫ്രീ ആണ്, ഇപ്പോൾ തന്നെ കമ്പനിയിലേക്ക് വരാമെന്ന് പറഞ്ഞ് ആ ബാൻഡേഡും എടുത്ത് അതുപോലെ തന്നെ ഫയലും എടുത്ത് അവള് കമ്പനിയിലേക്ക് പോകുന്നുണ്ട്. അസിസ്റ്റന്റ് അവളെ കണ്ടതും പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. തന്റെ സംശയം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ ഹീൽസ് ധരിച്ചത് കൊണ്ട് തന്നെ കാല് ചെറുതായി ടെസ്റ്റായി മുറിവ് സംഭവിച്ചിട്ടുണ്ട്. കയ്യിൽ ബാൻഡേഡ് ഉണ്ടെങ്കിൽ ഒന്ന് തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ മേഡം, ഇപ്പോൾ തന്നെ തരാമെന്ന് പറഞ്ഞ് അവളൊരു ബാൻഡേഡ് എടുത്ത് കൊടുക്കുന്നുണ്ടെങ്കിലും അത് മറ്റൊരു പാറ്റേണിലായിരുന്നു. നിന്നെ പോലുള്ള പെൺകുട്ടികൾക്കെല്ലാം ഇതുപോലുള്ള ബാൻഡേഡുകളാണോ ഇഷ്ടം? ഞാൻ വിചാരിച്ചു നിന്റെ ബാഗിലുള്ള ഹെലോ കിറ്റി മാതിരിയുള്ള ബാൻഡേഡ് നിന്റെ കയ്യിൽ കാണുമെന്ന്. ഇല്ല മേഡം, ഞാൻ പൊതുവേ ഈ ബാൻഡേഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ബാഗിലുള്ള ഹെലോ കിറ്റി എന്റെ ഹസ്ബൻഡ് തന്നെയാണ്, അത് എപ്പോഴും എന്റെ കൂടെ കാണുമെന്നും ആ പെൺകുട്ടി പറയുന്നു. ഉടനടി തന്നെ ഹീറോയിൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് തനിക്ക് തെറ്റിദ്ധാരണ സംഭവിച്ചതാണെന്നും തന്റെ ഭർത്താവ് ഒരിക്കലും തന്നെ ചതിക്കാൻ പോകുന്നില്ല എന്നൊക്കെ. അങ്ങനെ ആ ബാൻഡേഡും ഒക്കെ നോക്കി അവൾ ഓരോന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഹീറോയിന്റെ മകന്റെ ട്യൂഷൻ ടീച്ചർ അവിടേക്ക് വരുന്നത്. അവളുടെ കയ്യിലിരിക്കുന്ന ആ ബാൻഡേഡ് കണ്ടതും ആ പെൺകുട്ടിയുടെ മുഖം പെട്ടെന്ന് മാറുന്നുണ്ട്. അവരുടെ മുഖത്ത് പതർച്ച കണ്ട ഉടനെ തന്നെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഭർത്താവ് എങ്ങനെയാണ് നിങ്ങളെ ചതിച്ചതും എന്ത് കാരണത്താലാണ് നിങ്ങൾ അവരെ ഡിവോഴ്സ് ചെയ്തതെന്നൊക്കെ. ഇത് കേട്ടയുടനെ തന്നെ പതർച്ചയോടെ അവരുടെ കയ്യിലുണ്ടായിരുന്ന ബുക്കുകളെല്ലാം നിലത്തേക്ക് വീഴുന്നുണ്ട്. സോറി, ഞാൻ ആവശ്യമില്ലാതെ എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിച്ചുകൊണ്ട് അവൾ ആ ബുക്കൊക്കെ എടുത്ത് അവരുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോൾ വല്ലായ്മ തോന്നിയെന്ന് ആ ടീച്ചർ പറയുന്നുണ്ട്. സോറി, ഞാൻ അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഹീറോയിൻ ക്ഷമ പറഞ്ഞിട്ട് കാഷ്വലായി അവരുടെ മകൻ നന്നായി പഠിക്കുന്നുണ്ടോ എന്നൊക്കെ തിരക്കുന്നുണ്ട്. കുറച്ചു നേരത്തെ സംഭാഷണത്തിന് ശേഷം അവരവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. തൊട്ട് പിന്നാലെ തന്നെ ഒരു ഡെലിവറി ബോയ് അവിടെ എത്തുകയും ഹീറോയിന്റെ മകന് വേണ്ടി കേക്കും അതുപോലെ അവൾക്ക് വേണ്ടി കുറെ ആഡംബര വസ്തുക്കളും എത്തിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ഒരിക്കൽ പോലും അവളുടെ ഭർത്താവ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവള് ഭർത്താവിനെ വിളിക്കുന്നുണ്ട്. കേക്കും നെക്ലേസും ഒക്കെ കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട്. നെക്ലേസ് ഇഷ്ടപ്പെട്ടോ എന്ന് അയാൾ എടുത്തു ചോദിക്കുകയും ഹീറോയിൻ ഇഷ്ടപ്പെട്ടു എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഉടനടി തന്നെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തെങ്കിലും എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ടോ എന്ന്. നീ ഇങ്ങനെ ആവശ്യമില്ലാതെ ഒന്നും ചിന്തിച്ചു കൂട്ടാതെ ഞാൻ എന്നിൽ നിന്ന് എന്ത് മറയ്ക്കാനാണ്? എനിക്ക് കുറച്ച് ജോലി സംബന്ധമായ തിരക്കുകളുണ്ട്. ഇന്ന് നൈറ്റ് എന്തായാലും എത്താൻ സാധിക്കില്ല, രാവിലെ അങ്ങ് എത്താന്ന് പറഞ്ഞ് അയാൾ കോള് കട്ട് ചെയ്യുന്നുണ്ട്. താൻ അനാവശ്യമായി ഓരോന്ന് ആലോചിച്ച് കൂട്ടുകയാണെന്ന് ഹീറോയിൻ ആ ബാൻഡേജ് വെച്ച് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ഹീറോയിന്റെ ഹസ്ബൻഡിന്റെ കാറിലേക്ക് ആ ട്യൂഷൻ ടീച്ചർ വന്നു കയറുന്നുണ്ട്. അവരുമായിട്ടാണ് അയാൾക്ക് അഫെയർ ഉണ്ടായിരുന്നത്. ഹീറോയിന് സംശയമുള്ള കാര്യങ്ങളൊക്കെ ഈ സ്ത്രീയാണ് അവനെ അറിയിച്ചതും. അതുകൊണ്ടാണ് അയാൾ വീട്ടിലേക്ക് ഗിഫ്റ്റ്സുകൾ അയച്ചതും. ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് തന്നെ അവനോട് പറയുന്നുണ്ട്, ഞാൻ കാരണം നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവണ്ട. നിങ്ങളുടെ വൈഫിന് നല്ല ഡൗട്ട് ഉണ്ട്, അതുകൊണ്ടാണ് എന്റെ ഹസ്ബൻഡ് എങ്ങനെയാണ് എന്നെ ചീറ്റ് ചെയ്യുന്നതെന്ന് തിരക്കിയത്. ഇതിനി മുന്നോട്ട് തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കില്ല, ഇതെല്ലാം ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കാന്ന് ആ സ്ത്രീ പറയുന്നുണ്ടെങ്കിലും നീ എന്താ എന്നെ കളിയാക്കുകയാണോ? 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എത്രത്തോളമാണ് നിന്നെ സ്നേഹിച്ചതെന്ന് നിനക്കറിയില്ലേ? ഇപ്പോഴും ഞാൻ നിന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്നെ ഇനി വിട്ടുകളയാൻ ഞാൻ ഒരുക്കമല്ല. നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറഞ്ഞ ആ സ്ത്രീയെ അയാൾ സമാധാനപ്പെടുത്തുന്നുണ്ട്. ഇതേ സമയം തന്നെയായിരുന്നു ഹീറോയിന്റെ മകൻ അവളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ബോറടിക്കുന്നു, നമുക്ക് പുറത്ത് പോയി ഗെയിംസ് ഒക്കെ കളിച്ചാലോ എന്ന് ചോദിക്കുന്നത്. അവളും ഓക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാനായി തയ്യാറാവുന്നുണ്ട്. ഇതേ സമയം അവരിങ്ങനെ കാറിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ആ സ്ത്രീ പറയുന്നുണ്ട്, ഇതിനപ്പുറം നിങ്ങളുടെ ഫാമിലിയിലേക്ക് ഞാൻ വരില്ല. നിങ്ങളുടെ മകനും വൈഫുമായി നിങ്ങൾ ഹാപ്പിയായി തന്നെ ജീവിക്കണം. എന്റെ കാര്യം അങ്ങനെയല്ല. എന്റെ ജീവിതം ഓൾറെഡി നശിച്ചുപോയതാണ്. ഞാൻ ഓൾറെഡി വിവാഹമോചിതയാണല്ലോ എന്നൊക്കെ ആ പെൺകുട്ടി പറയുന്നുണ്ട്. എന്നാൽ അവനാവട്ടെ അവളെ കൺവിൻസ് ചെയ്ത് അവളുടെ കണ്ണീരൊക്കെ തുടച്ചു കൊടുക്കുന്നു.
ഹീറോയിൻ അവിടുന്ന് വരുമ്പോഴത്തേക്കും അവരിരുവരും ആ കാറിൽ അവിടം വിട്ട് പോയിരുന്നു. അതേസമയം തന്നെ അവളുടെ മകൻ അവനോട് പറയുന്നുണ്ട്, അച്ഛൻ ഇപ്പോൾ എന്നോട് കളിക്കാൻ വരാറ് പോലും ഇല്ല, അച്ഛൻ എന്നോട് ഇഷ്ടമില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, മോനെ അച്ഛൻ ഒരുപാട് ജോലി തിരക്കുകൾ അതുകൊണ്ടല്ലേ അമ്മ കൂടെ വരുന്നേന്നൊക്കെ പറഞ്ഞ് അവള് മകനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ടീച്ചറോടൊപ്പം ഹീറോയിന്റെ ഹസ്ബൻഡ് ആവട്ടെ അവരുടെ വീട്ടിലെത്തിയിരുന്നു. അവർക്കും ഒരു മകളുണ്ടായിരുന്നു. പഠിക്കുന്നു പറഞ്ഞ സ്ത്രീ അവളെ ടോർച്ചർ ചെയ്യുന്നുണ്ടെങ്കിലും ഇത്രയും നേരം ഞാൻ പഠിച്ചതാണ്, ഇനി എനിക്ക് പഠിക്കാനൊന്നും വയ്യ, കുറച്ചു നേരം തന്നോടൊപ്പം കളിക്കാനായി വരുമോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ടൈം ഒരുപാടായി, ഞാൻ നിന്നെ സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു ഉറക്കാമെന്ന് പറഞ്ഞ കൊച്ചുകുട്ടിയെ കൂട്ടിക്കൊണ്ട് കിടക്കാനായിട്ട് അയാൾ പോകുന്നുണ്ട്. സ്വന്തം മകനെയോ ഭാര്യയോ ഇതുപോലെ സ്നേഹത്തോടെ പരിചരിക്കാനോ സ്നേഹിക്കാനോ അയാൾക്ക് സാധിക്കില്ല. ഇപ്പോൾ മറ്റൊരാളുടെ കുട്ടിയെ കൊണ്ടുപോകുന്നത് കണ്ടില്ലേ. അങ്ങനെ ആ ടീച്ചർ ഓരോരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അയാൾ ഇടക്കേറി വന്നിട്ട്, നീ ഇങ്ങനെ എല്ലാ ജോലികളും ചെയ്യുന്ന കണ്ടിട്ട് എനിക്ക് വല്ലാതെ വിഷമാവുന്നുണ്ട്, ഇതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. അതൊന്നും വേണ്ട, നിങ്ങൾ റെസ്റ്റ് എടുത്തോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് മടങ്ങിക്കോ എന്നൊക്കെ ആ സ്ത്രീ പറയുന്നുണ്ടെങ്കിലും അതൊന്നും പ്രശ്നമില്ല, അവളെന്നെ അന്വേഷിക്കത്തൊന്നുമില്ല, നാളെ ഞാൻ എത്തോളൂ എന്ന് പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് അവളുടെ റെസ്യൂമൊക്കെ അയാളുടെ കണ്ണിൽ പെടുന്നത്. അത് കണ്ടപ്പോൾ അയാൾക്ക് ചെറിയ വിഷമം തോന്നുന്നുണ്ട്. ഇനിയും ഈ ടീച്ചിങ് ജോബിന് പോകാനാണോ നിന്റെ ഉദ്ദേശം? അതൊന്നും വേണ്ട, എന്റെ കമ്പനിയിൽ നിനക്കൊരു ജോലി വാങ്ങിത്തരാമെന്ന് അയാൾ പറയുന്നു. അതെങ്ങനെ ശരിയാവും? നമ്മളിരുവരും ഒരുമിച്ച് പഠിച്ചതാണെങ്കിലും ഞാൻ ആ ഫീൽഡിൽ ഇറങ്ങിയിട്ട് ഒരുപാട് നാളായി. സോ എനിക്കൊരു കാര്യങ്ങളും അറിയില്ല എന്ന് ആ സ്ത്രീ പറയുന്നുണ്ടെങ്കിലും, നീ എന്തിനാ ടെൻഷൻ ആവുന്നത്? 10 വർഷമായ കമ്പനിയിൽ ഞാനുണ്ട്, ഞാൻ വിചാരിച്ചാൽ നിന്നെ ആ കമ്പനിയിലേക്ക് കയറ്റാനും സാധിക്കും, നിനക്ക് എന്ത് ഹെൽപ്പ് വേണേലും ചെയ്തു തരാൻ സാധിക്കുമെന്ന് പറയുന്ന കേട്ടപ്പോൾ ആ സ്ത്രീ ഉടനടി അവനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അയ്യോ, അറിയാതെ ചെയ്തതാണെന്ന് പറഞ്ഞ ആ സ്ത്രീ പെട്ടെന്ന് പിൻവലിയുന്നുണ്ടെങ്കിലും അവൻ വീണ്ടും അവളെ ചേർത്ത് പിടിച്ചിട്ട് കുറച്ചധികം സമയം തന്നെ അങ്ങനെ നിൽക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിലേക്ക് ശല്യമായി അവൾ കടന്നു വരില്ല എന്ന് പറഞ്ഞിട്ട് പോലും ഇപ്പോൾ അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട്. അവരുടെ ലൈഫ് സെറ്റാവാൻ പോവുകയാണല്ലോ എന്ന് ഓർത്തിട്ട് അയാൾ അവിടെ ഇതേ സമയം എന്തെങ്കിലും പ്ലാൻ ഉപയോഗിച്ച് ഹീറോയിനെ ഡിവോഴ്സ് ചെയ്യണമെന്ന് തന്നെ മനസ്സിൽ ഉറപ്പിക്കുന്നു. അങ്ങനെ ഹീറോയിന്റെ മകനാവട്ടെ സ്ലൈഡിലൂടെ നിരങ്ങി താഴേക്ക് പോവുകയായിരുന്നു. അപ്പോഴാണ് അവളുടെ ഹസ്ബൻഡിന്റെ കോട്ടിൽ നിന്ന് കിട്ടിയിരിക്കുന്ന അതേ ബാൻഡേഡ് തന്നെ അവളുടെ മകന്റെ കാലിൽ ഒട്ടിച്ചിരിക്കുന്നതായി ശ്രദ്ധിക്കുന്നത്. ഇതാര് തന്നതാണെന്ന് അവള് മകന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ടീച്ചർ തന്നെയാണെന്ന് ആ കുട്ടി വെളിപ്പെടുത്തുന്നുണ്ട്. ടീച്ചർ ഒന്ന് ചോദിച്ച് അവള് വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. അന്ന് രാത്രിയിൽ അവൾക്ക് ഉറക്കം വന്നതേയില്ല. ശരിക്കും ആ ടീച്ചറുമായിട്ടാണോ തന്റെ ഹസ്ബൻഡിന് അഫെയർ ഉള്ളത്, അതോ ഇതൊക്കെ തന്റെ തോന്നലാണോ എന്ന് അവള് ഓരോന്നും ആലോചിച്ചു കൂട്ടുന്നുണ്ട്. അതുമാത്രമല്ല ഹസ്ബൻഡും ടീച്ചറും ആദ്യമായി കണ്ടുമുട്ടിയതൊക്കെ അവൾ ഓർത്തെടുക്കുകയും ചെയ്യുന്നു. ഓരോന്ന് ആലോചിച്ച് കൂട്ടിയിട്ട് അവൾക്കൊരു എത്തും പിടിയും ഇല്ലായിരുന്നു. ഹസ്ബൻഡ് ഉറങ്ങി വന്ന് നോക്കിയിട്ട് അയാളുടെ ഫോൺ എടുത്ത് അവൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നും അവൾക്ക് യാതൊന്നും ലഭിച്ചില്ല. എന്തായാലും ഇതിന്റെ പിന്നിലെ സത്യം കണ്ടുപിടിച്ചേ മതിയാവൂ എന്ന് മനസ്സിലുറപ്പിച്ച് അവൾ ആവട്ടെ ഒരു ക്യാമറ വീട്ടിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. അവരിരുവർക്കും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ക്യാമറയിലൂടെ കണ്ടെത്താനാവുമെന്ന് തന്നെ ഹീറോയിൻ മനസ്സിൽ വിചാരിക്കുന്നു. പിറ്റേ ദിവസം ടീച്ചർ മകന് ട്യൂഷൻ എടുക്കാനായി അവിടേക്ക് വരുന്നുണ്ട്. അവൾ സൗഹൃദഭാവത്തിൽ തന്നെ അവരോട് സംസാരിക്കുകയും യാങ്ങിനെ നന്നായി നോക്കണേ, കുറച്ചു നേരത്തേക്ക് താൻ പുറത്തേക്ക് പോവുകയാണെന്നും പറയുന്നുണ്ട്. അതുമാത്രമല്ല അവൾ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് താൻ ഫ്രണ്ടിനൂടെ പുറത്തേക്ക് പോവുകയാണെന്നും യാങ് ഇവിടെ തനിച്ചേയുള്ളൂ, ടീച്ചർ വന്നിട്ടുണ്ട്, നേരത്തെ വീട്ടിലേക്ക് വന്ന് അവന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണേ എന്നും പറയുന്നുണ്ട്. അതിനുശേഷം ഹീറോയിൻ ഡ്രസ്സൊക്കെ മാറി അവരുടെ വീടിന്റെ വെളിയിൽ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഹസ്ബൻഡിന്റെ കാറ് അവിടെ വന്ന് നിൽക്കുന്നത് അവൾ കാണുന്നുണ്ട്. അവർ പോലും അറിയാതെ ഹീറോയിന്റെ ക്യാമറ അവരെ വീക്ഷിക്കുകയായിരുന്നു. ഹീറോയിൻ ആണെങ്കിൽ ഫോണിലൂടെ ഈ രംഗങ്ങളെല്ലാം കാണുകയും ചെയ്യുന്നുണ്ട്. യാങ്ങിനെ പഠിപ്പിച്ചതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന ടീച്ചറുടെ കയ്യിൽ പിടിച്ചാൽ തടയുന്നുണ്ട്. ദൈവത്തെ ഓർത്ത് കയ്യിൽ നിന്ന് വിടൂ, ഇത് വീടാണെന്ന് ആ സ്ത്രീ പറയുന്നുണ്ടെങ്കിലും അവള് കുറെ കഴിഞ്ഞേ വരത്തുള്ളൂ. നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, നീ എന്നോടൊപ്പം വരണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ സ്ത്രീ അതിനെ എതിർക്കുന്നുണ്ട്. പക്ഷെ അയാളാവട്ടെ ഞാൻ എപ്പോഴും നിന്റെ അടുത്തേക്ക് വരുമ്പോൾ നീ എന്നെ എതിർത്ത് ഇങ്ങനെ അകന്നു പോകുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാമോ എന്നൊക്കെ അയാൾ പറയുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്ത ഹീറോയിന്റെ ഹൃദയം വല്ലാതെ തകർന്നു പോകുന്നുണ്ട്. അവിടെ ഇരുന്ന ഹീറോയിൻ ഒരുപാട് കരയുന്നു. അവളുടെ ഹസ്ബൻഡ് വീണ്ടും സംസാരം തുടരുന്നുണ്ട്. നിനക്ക് വേണ്ടി എത്ര വർഷമായിട്ട് ഞാൻ കാത്തിരിക്കുകയാണെന്നറിയാമോ, നീ നൽകിയ പെണ്ണ് പോലും ഞാൻ ഇപ്പോഴും 10 വർഷമായി കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഹീറോയിൻ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നത്. അവരുടെ വിവാഹം കഴിഞ്ഞ ഒരിടയ്ക്ക് പഴയ പെണ്ണ് ഹീറോയിന്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ഒരുപാട് പഴകിയതാണെന്ന് വിചാരിച്ച് ഹീറോയിൻ അത് വേസ്റ്റ് ബിന്നിൽ കളയുന്നു. അന്ന് അത് വേസ്റ്റ് ബിന്നിൽ ഇട്ടതിന്റെ പേരിൽ അയാൾ അവളെ വഴക്ക് പറയുകയും അത് ഒരുപാട് പഴകിയതുകൊണ്ടാണ് എടുത്ത് കളഞ്ഞെന്ന് ഹീറോയിൻ പറയുകയും ചെയ്തിരുന്നു. അതുമാത്രമല്ല പുതിയൊരു പെൻ അവന് വാങ്ങി നൽകുകയും ചെയ്തു. ഈ പെൻ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഇതൊരിക്കലും എടുത്ത് കളയാൻ പാടില്ല, ഒരുപാട് പഴകിയതാണെന്നും പറഞ്ഞ് ഇതെനിക്ക് ഒരുപാട് പ്രീഷ്യസ് ആണ്, ഇതെന്റെ ടീച്ചർ വാങ്ങി നൽകിയതാണ്, ഇതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല എന്നൊക്കെ അയാൾ അന്ന് പറഞ്ഞിരുന്നു. ഇതൊക്കെ ഓർത്ത ഹീറോയിന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അത് ഈ സ്ത്രീ വാങ്ങി നൽകിയതാണെന്ന്. സത്യങ്ങൾ മനസ്സിലാക്കിയ ഹീറോയിന്റെ കണ്ണിലൂടെ കണ്ണീര് ഇതേ സമയം ഒഴുകിക്കൊണ്ടേയിരുന്നു. അതുമാത്രമല്ല മറ്റൊരു കാര്യം കൂടി അയാൾ പറയുന്നുണ്ട്. അയാളുടെ പ്രൊഫൈൽ പിക്ചർ പോലും ആ സ്ത്രീക്ക് ഇഷ്ടപ്പെട്ട ഫ്ലവേഴ്സ് ആണെന്ന്. ഇന്ന് ഹീറോയിൻ ആവട്ടെ അവരിവരുടെ മാരേജ് ഫോട്ടോസ് അയാളുടെ പ്രൊഫൈൽ പിക്ചറായിട്ട് വെക്കാൻ ഒരുങ്ങിയതാണെങ്കിലും അയാൾ എന്നെ സമ്മതിച്ചില്ല. ആ ഫ്ലവേഴ്സ് എനിക്ക് വളരെ ഇഷ്ടമുള്ളതാണ്,
അതുമാത്രമല്ല വർക്കിനിരിക്കുമ്പോൾ നിന്റെ ഫോട്ടോസ് ഒന്നും വെക്കുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അയാൾ അവളെ സമാധാനപ്പെടുത്തിയിരുന്നു. അപ്പോൾ അവൾക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ ആ ഫ്ലവേഴ്സ് ആയിട്ടുള്ള DP പോലും മാറ്റാതിരുന്നത് എന്നൊക്കെ ആലോചിച്ച് ഹീറോയിൻ കരയുന്നുണ്ട്. അതുമാത്രമല്ല അവളുടെ ഭർത്താവ് പിന്നിൽ നിന്ന് ടീച്ചറെ ചേർത്ത് പിടിച്ചതിന് ശേഷം കരഞ്ഞുകൊണ്ട് ആ സ്ത്രീയോട് പറയുന്നുണ്ട്, എന്നെ വിട്ടിട്ട് പോവരുത്, ഞാൻ അവളെ വിവാഹമോചനം ചെയ്തോളാം, നീ എന്നോടൊപ്പം തന്നെ കാണണമെന്ന് പറഞ്ഞ് ആ സ്ത്രീയോട് അയാൾ കെഞ്ചുന്നുണ്ട്. ഇതൊക്കെ കണ്ട ഹീറോയിന്റെ അവസ്ഥ പറയേണ്ടതില്ലല്ലോ. ഒരിക്കൽ പോലും അയാൾ എന്നോട് ഇങ്ങനെ പെരുമാറിയിട്ടില്ല, അയാൾക്ക് ഇങ്ങനെ ഒരു ചതി തന്നോട് ഇങ്ങനെ ചെയ്യാൻ തോന്നി എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഹീറോയിൻ പൊട്ടിക്കരയുന്നു. അവനവട്ടെ തുടർന്നും അവളെ ചേർത്ത് പിടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സ്ത്രീ ആവട്ടെ അവനെ തള്ളി മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വീണ്ടും അവൻ ഒട്ടി അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഈ കാര്യങ്ങളൊക്കെ കണ്ട ഹീറോയിൻ ആവട്ടെ അവരുടെ ജീവിതത്തിൽ നടന്ന ഓരോരോ നിമിഷങ്ങൾ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. പിന്നീടും ആ സ്ത്രീയോട് അയാൾ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും അവളെ പ്രണയിച്ചിട്ടില്ല, 10 വർഷമായി ഒരു റോബോട്ടിനെ പോലെയാണ് താൻ ജീവിച്ചുകൊണ്ടിരുന്നത്, ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിനി നിന്നോടൊപ്പം തന്നെ ആയിരിക്കുമെന്ന് അയാൾ തറപ്പിച്ച് പറയുന്നത് കേട്ടപ്പോൾ അതിനെ പറ്റിയൊക്കെ പിന്നീട് സംസാരിക്കാൻ ഞാനിപ്പോൾ പോവുകയാണെന്ന് ആ സ്ത്രീ പറയുന്നുണ്ട്. ഉടനടി തന്നെ അയാൾ പറയുന്നുണ്ട്, പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞ് ആ സ്ത്രീയെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഹീറോയിൻ അവിടെ ഈ കാഴ്ചയൊക്കെ കണ്ടിട്ട് സഹിക്കാൻ പറ്റിയിരുന്നില്ല. അവൾ ഉടനടി തന്നെ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട്, ഞാൻ എത്രത്തോളം നിന്നെ വിശ്വസിച്ചു സ്നേഹിച്ചു എന്ന് പറഞ്ഞ് ആ സ്ത്രീയുടെ കരഞ്ഞു തടിക്കുകയും തന്നെ വഞ്ചിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് ഹീറോയിന്റെ ഹസ്ബൻഡിനെയും അവൾ അടിക്കുന്നുണ്ട്. അങ്ങനെ ഇരുവരെയും മാറി മാറി അടിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതൊക്കെ ഹീറോയിന്റെ സ്വപ്നമായിരുന്നു. അവരിരുവരും ഇതിനോടകം തന്നെ അവിടെ വിട്ട് പോവുകയും ചെയ്തു. ഒരു കോള് വന്നതുകൊണ്ടാണ് ഹീറോയിൻ അവരെ അടിക്കുന്നതായ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നത്. അവളുടെ മകനായിരുന്നു വിളിച്ചിരുന്നത്. അമ്മ ഇത് എവിടെയാണ്, മഴ പെയ്യാൻ പോവുകയാണ്, അച്ഛനും ഇപ്പോൾ വീട്ടിൽ നിന്ന് പോയി എന്ന് ആ കൊച്ചുകുട്ടി പറയുന്നുണ്ട്. അപ്പോഴാണ് ഭർത്താവിന്റെ ചതി അറിയാൻ വേണ്ടിയിട്ട് തന്റെ മകനെ താൻ ഒരു നിമിഷമെങ്കിലും മറന്നു പോയല്ലോ എന്ന് ഓർത്തിട്ട് അവൾക്ക് കുറ്റബോധം തോന്നിയത്. അയാളെ വിവാഹമോചനം ചെയ്തതിനു ശേഷം തന്റെ ജീവിതം എങ്ങനെയാവുമെന്ന് അവൾ ചിന്തിച്ചു നോക്കുന്നുണ്ട്. മകന്റെ കസ്റ്റഡി എന്തായാലും ലഭിക്കില്ല, തനിക്ക് ഒരു ഇൻകവുമില്ല, എല്ലാ കാര്യത്തിനും താൻ അയാളെ ഡിപ്പെൻഡ് ചെയ്തു തന്നെ അവൾ മനസ്സിൽ വിചാരിക്കുന്നു. ആദ്യം എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തി സ്വന്തം കാലിൽ നിന്നതിന് ശേഷം അയാളെ ഡിവോഴ്സ് ചെയ്യാമെന്ന് തന്നെ ഹീറോയിൻ മനസ്സിൽ വിചാരിക്കുന്നു. പിന്നീട് നമ്മുടെ ഹീറോയിൻ ആവട്ടെ ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്യാനായി ഒരു ലോയർ ഓഫീസിലേക്ക് പോകുന്നുണ്ട്. കറക്റ്റായി ആ സ്ഥലത്തേക്ക് നമ്മുടെ ഹീറോയിൻ വരുന്നുണ്ട്. 10 വർഷങ്ങൾക്ക് ശേഷമാണ് അവൻ നാട്ടിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നത്. അവളെ കണ്ടപ്പോൾ തന്നെ അവന് മനസ്സിലാവുന്നുണ്ട്. അതുമാത്രമല്ല അവന്റെ ഉള്ളിൽ നിന്ന് ഒരിക്കൽ പോലും അവൾ മാഞ്ഞു പോയിട്ടില്ല എന്നുള്ള സത്യവും അവന് ബോധ്യപ്പെടുന്നു. അവന്റെ ഒപ്പം ഉള്ളത് ഹീറോയുടെ അടുത്ത ഫ്രണ്ടാണ്. അവനൊരു പ്രഗത്ഭനായിട്ടുള്ള ലോയറാണ്. ഫ്രണ്ട് അവനോട് ചോദിക്കുന്നുണ്ട്, എടാ അത് നിന്റെ ലവറിനെ പോലെ ഉണ്ടല്ലോ, 10 വർഷങ്ങൾക്ക് മുമ്പ് നീ സ്നേഹിച്ചത് അവളെ അല്ലേ എന്ന് ചോദിക്കുന്നു. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. 10 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഹീറോയിനും ഒരുമിച്ചായിരുന്നു. സ്കൂൾ ടൈം മുതൽ തന്നെ കോളേജൊക്കെ കഴിഞ്ഞപ്പോൾ ഹീറോ അവന്റെ ഇഷ്ടം അവളോട് കൺഫസ് ചെയ്യാൻ തുടങ്ങുകയായിരുന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് ഹീറോ പറയാനായി തുടങ്ങുന്നുണ്ടെങ്കിലും സന്തോഷത്തോടെ തന്നെ ചാടിക്കേറി ഹീറോയിൻ അവിടെ താൻ വിവാഹിതയാവാൻ പോവുകയാണെന്ന് പറയുന്നു. ഹീറോ വല്ലാതെ സ്തംഭിച്ചു പോകുന്നുണ്ട്. എന്ത് പറയണോന്നറിയാതെ തന്നെ വല്ലാത്തൊരവസ്ഥയിലെത്തുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവനൊരു തീരുമാനം എടുക്കുന്നുണ്ട്. ജീവനതുല്യം സ്നേഹിച്ചവളുടെ സന്തോഷത്തിന് വേണ്ടി തന്റെ ഇഷ്ടം തന്റെ ഉള്ളിൽ തന്നെ മറച്ചു വെക്കാമെന്ന്. നീ എന്തോ പറയാൻ വന്നല്ലോ, അതെന്താന്ന് ചോദിക്കുമ്പോൾ ഞാൻ എബ്രോഡിലേക്ക് പോവുകയാണ്, അതാണ് പറയാൻ വന്നത്, എനിക്ക് നിന്റെ വിവാഹം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, സോറി എന്നവൻ പറയുമ്പോൾ എന്ത് വിവാഹം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെന്നോ, എന്തൊക്കെയാ നീ പറയുന്നതെന്ന് ചെറിയ ദേഷ്യത്തോടെ തന്നെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്. അതെ, വിവാഹത്തിന് വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് പോകുന്നു. അവളും വല്ലാതെ ഫീൽ ചെയ്ത് അവൻ പോകുന്നത് നോക്കി നിന്നിട്ട് തിരിഞ്ഞു നടക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഹീറോ തിരിഞ്ഞു നിന്നിട്ട് തന്റെ ഇഷ്ടം എപ്പോഴും ഉള്ളിൽ തന്നെ ഇരുന്നാൽ മതിയെന്നും അവളുടെ സന്തോഷത്തിന് വേണ്ടി ഈ സിറ്റി വിട്ട് താൻ പോകുന്നത് തന്നെയായിരിക്കും നല്ലതെന്ന് വിചാരിച്ച് അവൻ അവിടെ വിട്ട് പോവുകയുമായിരുന്നു. എന്നിരുന്നാലും ആ സിറ്റി വിട്ട് പോയപ്പോൾ തന്നെ അവളെ മറക്കണമെന്നൊരു ലക്ഷ്യം അവന്റെ ഉള്ളിലുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അവളെ കണ്ടപ്പോൾ 10 വർഷങ്ങൾക്ക് ശേഷവും തന്റെ ഉള്ളിൽ അവൾ ഉണ്ടെന്നുള്ള സത്യം അവൻ തിരിച്ചറിയുകയായിരുന്നു. അതുമാത്രമല്ല വളരെ വലിയൊരു സമ്പന്നനായിട്ടായിരുന്നു അവന്റെ ഈ മടങ്ങിവരവും. നേരെ ഇറങ്ങി താഴേക്ക് പോകാൻ നിന്നവൻ ഹീറോയിന്റെ പിന്നാലെ തന്നെ പോകാൻ നിൽക്കുന്നുണ്ട്. നീ ഇതെവിടേക്ക് പോവുകയാണെന്ന് ഫ്രണ്ട് ചോദിക്കുമ്പോൾ അവൾ ഇവിടെ എന്തിനാ വന്നിരിക്കുന്നതെന്ന് അറിയണമെന്ന് പറഞ്ഞ് അവളുടെ പിന്നാലെ പോകുന്നു. അവളുടെ ഹസ്ബൻഡ് വളരെ സമ്പന്നനായതുകൊണ്ട് തന്നെ അയാൾക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്യാൻ അവർക്ക് ഭയമായിരുന്നു. അപ്പോഴാണ് മറ്റ് പ്രഗത്ഭനായിട്ടുള്ള ഒരു ലോയറും അവിടെ ഉള്ളതായിട്ട് ഹീറോയിൻ അറിയുന്നത്. അയാളുടെ അപ്പോയിന്റ്മെന്റ് കിട്ടുമെന്ന് ഹീറോയിൻ തിരക്കുമ്പോൾ തന്നെയാണ് ഹീറോ അവിടേക്ക് കയറി വരുന്നത്. ഹീറോയെ കണ്ടതും അവൾ വല്ലാതെ ഷോക്കാവുന്നു. ആ പ്രഗത്ഭനായ വക്കീലിന്റെ പേര് സാങ് എന്നാണ്. അവന്റെ അപ്പോയിന്റ്മെന്റ് വേണമെങ്കിൽ ഞാൻ എടുത്തു തരാമെന്ന് ഹീറോ പറയുന്നുണ്ടെങ്കിലും അതൊന്നും വേണ്ട, എനിക്ക് കുറച്ച് ജോലികൾ ചെയ്തു തീർക്കാനുണ്ടെന്ന് പറഞ്ഞ് ഓരോരോ ഒഴിവുകഴിവുകൾ പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹീറോ അവളെ തടയുന്നു. ഇത്ര ധൃതിയിൽ നീ എവിടെ പോവുകയാണ്? ശരിക്കും എന്നെ കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണോ ഇവിടെ നിന്ന് പോകുന്നതെന്നും ഹീറോ ചോദിക്കുന്നുണ്ട്. നിനക്കിപ്പോൾ എന്താ വേണ്ടത്? എന്റെ അവസ്ഥ കണ്ടിട്ട് ചിരിക്കണം, അത്രയല്ലേ ഉള്ളൂ. ചിരിക്കണമെങ്കിൽ ചിരിച്ചു എന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ ഡിവോഴ്സിന്റെ കാര്യങ്ങൾക്കായി വന്നേ എന്ന് ഹീറോയിൻ പറയുന്നുണ്ട്. ഈ കാര്യം കേട്ടിട്ട് എങ്ങനെയാണ് ചിരിക്കാൻ തോന്നുക? നിനക്ക് തോന്നുന്നുണ്ടോ നിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് ചിരിക്കാനാവോ? അതുമാത്രമല്ല ഇങ്ങനെ ഒരു കാര്യത്തിന് ആരാ ചിരിക്കുക എന്നൊക്കെ ഹീറോ ചെറിയ ദേഷ്യത്തോടെ തന്നെ അവളെടുത്ത് ചോദിക്കുന്നുണ്ട്. സാങ് എന്റെ ഫ്രണ്ടാണ്, പോയി കേസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് വാന്ന് പറഞ്ഞ് ഹീറോയിനെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ അവളുടെ കയ്യിലുള്ള പ്രൂഫുകളെല്ലാം സാങ്ങിനെ ഏൽപ്പിച്ച് നടന്ന കാര്യങ്ങളെല്ലാം അവൾ പറയുന്നുണ്ട്. ഡിവോഴ്സ് ലഭിക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല എന്ന് തന്നെ സാങ് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ മകന്റെ കസ്റ്റഡി ലഭിക്കണമെന്നുണ്ടെങ്കിൽ സ്വന്തമായൊരു ഇൻകം വേണം.
അവനെ പറ്റിയുള്ള എല്ലാ തെളിവുകളും ശേഖരിക്കുക, അതെല്ലാം കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യാം. അതിനു മുമ്പ് തന്നെ സ്വന്തമായി ഒരു വരുമാന മാർഗം കണ്ടെത്തുക. കുട്ടിയെ കോർട്ടിൽ നിന്ന് വിട്ടുകിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വരുമാനമുള്ള ഒരു ജോലി ഉണ്ടെങ്കിലേ മതിയാവൂ എന്ന് അയാൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവിടെ വിട്ട് ഇറങ്ങിയ ഹീറോയിൻ ആവട്ടെ വല്ലാത്ത വിഷമത്തിലായിരുന്നു. ഇത്രയും നാള് ഹസ്ബൻഡ്, കുട്ടി, വീടെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ തന്നെയിരുന്നു. ഇപ്പോൾ അവളുടെ കരിയർ നോക്കാത്തതിൽ എന്തെന്നില്ലാത്ത കുറ്റബോധം അവൾക്ക് അനുഭവപ്പെട്ടു. ഇതിപ്പോൾ ഹീറോയിന്റെ കാര്യം മാത്രമല്ല, ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഇങ്ങനെ തന്നെയാണ് പറ്റാറുള്ളത്. ഭർത്താവ്, കുട്ടികൾ എന്നൊക്കെ പറഞ്ഞ് വർഷങ്ങൾ അങ്ങ് കടന്നു പോവുകയും നമുക്ക് വേണ്ടി ജീവിക്കാൻ നമ്മൾ മറന്നു പോവുകയും ചെയ്യുന്നു. സ്വന്തമായി ഒരു വരുമാന മാർഗം ഇല്ലെങ്കിൽ ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴെങ്കിലും അതിന്റെ വിഷമം നമ്മൾ മനസ്സിലാക്കുന്നതായിരിക്കും. എപ്പോഴും ആരെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാതെ നമ്മൾ നമ്മുടെ സ്വന്തം കാലിൽ തന്നെ നിൽക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അല്ലെങ്കിൽ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോവാം. അന്ന് നമ്മുടെ കരിയറിനെ പറ്റി ചിന്തിക്കാതിരുന്നതിൽ നമുക്ക് വല്ലാത്ത ഖേദവും തോന്നാം. ഇപ്പോൾ നമ്മൾ ചെയ്യാത്തതിനെ കുറിച്ച് ഓർത്തിട്ട് അന്ന് ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക. തിരിച്ചിറങ്ങി വന്ന ഹീറോയിന്റെ കയ്യിൽ ഹീറോ ആവട്ടെ അവന്റെ ബിസിനസ് കാർഡ് നൽകിയിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോഴും തന്നെ ഒരു ഫ്രണ്ടായി കാണുന്നുണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറയുന്നു. പക്ഷെ ഹീറോയിനാവട്ടെ അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവന്റെ കൈ തട്ടി മാറ്റുകയാണ് ചെയ്തത്. നീ എന്തിനാണ് ഇപ്പോഴും എന്നോട് ദേഷ്യം കാണിക്കുന്നത്? ഞാൻ നിന്നോട് പറഞ്ഞിട്ടല്ലേ ഇവിടെ നിന്ന് പോയത്, അല്ലാതെ പറയാതെ ഒന്നും അല്ലല്ലോ എന്ന് ഹീറോ അവളടുത്ത് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അവര് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരുപാട് പെൺകുട്ടികൾ അത് പറഞ്ഞ ഇത് പറഞ്ഞ എന്ന് പറഞ്ഞ് ഹീറോയുടെ അടുത്ത് സംശയങ്ങൾ ചോദിക്കാൻ വരുമായിരുന്നു. പക്ഷെ ഹീറോ അവിടെ അതിനൊന്നും മറുപടി പറയാതെ അതൊന്നും ശ്രദ്ധിക്കാത്ത മട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു. ഹീറോയിനാണ് അവന്റെ അടുത്തേക്ക് വന്നിട്ട് ഇതെന്റെ ഫ്രണ്ടാണ്, പ്ലീസ് അവൾക്കൊന്ന് പറഞ്ഞു കൊടുക്കെന്ന് പറഞ്ഞ് ബുക്ക് അവന്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. പൊതുവെ ഗേൾസിനോടൊന്നും ഹീറോ സംസാരിക്കാറില്ല. ഹീറോയിന് വേണ്ടിയിട്ടാണ് ആ പെൺകുട്ടിക്ക് അത് പറഞ്ഞു കൊടുക്കാന്ന് പോലും അവൻ സമ്മതിച്ചത്. ഇതൊക്കെ ഓർത്തെടുത്തുകൊണ്ടാണ് ഹീറോ നിൽക്കുന്നത്. ഇപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട് നിന്റെ കോൺടാക്ട് ഇൻഫോർമേഷൻ ഇപ്പോഴും എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. എന്നാൽ പെട്ടെന്ന് തിരിഞ്ഞു എന്നിട്ട് തന്നെ സഹായിച്ചതിന് നന്ദിയുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ വിട്ടു പോവുകയും ചെയ്യുന്നു. ഈ ഡിവോഴ്സ് കേസ് അത്ര ചെറിയ കാര്യമൊന്നുമല്ല. തീർച്ചയായും ഇതിൽ കൂടുതൽ തെളിവുകൾ കണ്ടെത്തണമെങ്കിൽ അവളുടെ ഹസ്ബൻഡിനോടൊപ്പം തന്നെ എപ്പോഴും ഉണ്ടായിരിക്കണം. അതിന് നീ എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് ഫ്രണ്ട് അവനോട് ചോദിക്കുന്നുണ്ട്. അവളുടെ ഹസ്ബൻഡിന്റെ എല്ലാ ഡീറ്റെയിൽസും ഇപ്പോൾ തന്നെ കളക്ട് ചെയ്തിട്ട് പറയണമെന്ന് ഫ്രണ്ടിനോട് അവൻ ആവശ്യപ്പെടുന്നുണ്ട്. വിവരങ്ങളൊക്കെ അറിഞ്ഞ ഹീറോ ആവട്ടെ സ്വന്തം പാത സ്വമേധയാ സെലക്ട് ചെയ്യുന്നു. ഹീറോയിന്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ CEO പോസ്റ്റിലേക്ക് താൻ വർക്ക് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് ഫ്രണ്ടിന്റെ കൂടെ വെളിപ്പെടുത്തിയതിനു ശേഷം അവൻ അവിടെ വിട്ടു പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഹീറോയിന്റെ ഹസ്ബൻഡിനെ കാണിക്കുന്നുണ്ട്. അയാളാവട്ടെ ആ ടീച്ചർക്ക് വേണ്ടിയിട്ട് അവരുടെ റെസ്യൂമെ മാനേജറെ ഏൽപ്പിച്ചിട്ട് എന്തെങ്കിലും ഒരു ജോലി തരപ്പെടുത്തി കൊടുക്കാമോ എന്ന് ചോദിക്കുകയായിരുന്നു. എക്സ്പീരിയൻസ് ഈ പെൺകുട്ടിക്ക് കുറവാണെന്ന് മാനേജർ പറയുന്നുണ്ടെങ്കിലും തനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്തു തരണമെന്ന് പറഞ്ഞ് അവൻ അയാളോട് യാചിക്കുന്നുണ്ട്. അതേ തുടർന്ന് തന്നെ ഇന്റർവ്യൂ ഡേറ്റും ഫിക്സ് ചെയ്തിട്ട് ആ പെൺകുട്ടിയോട് അയാൾ പറയുന്നുണ്ട്. ആ പെൺകുട്ടിക്കാണെങ്കിൽ ഈ വാർത്ത അറിഞ്ഞ് വല്ലാത്ത സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അവളുടെ കയ്യിൽ പിടിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെയാണ് കോളിംഗ് ബെല്ല് കേൾക്കുന്നത്. അവൾ ഉടനടി തന്നെ ഭയന്ന് അവിടെ നിന്ന് മാറി നിൽക്കുന്നു. ഡെലിവറി ബോയ് ആയിരുന്നു, എന്തോ സാധനവുമായി വന്നതാണ്. സോറി, ഞാൻ കാരണം നിങ്ങളുടെ കുടുംബത്തിൽ യാതൊരു പ്രശ്നവും വേണ്ട, ഞാൻ ഇവിടുന്ന് പോകുന്നത് തന്നെയാണ് നല്ലതെന്ന് അവൾ പറയുമ്പോൾ നീ എന്റെ ചോയ്സ് ആണ്, നിന്നെ വിട്ടൊരു ജീവിതമില്ലാന്ന് അവരുടെ കയ്യിൽ പിടിച്ച് അയാൾ പറയുന്നുണ്ട്. ഇതൊക്കെ ഹീറോയിൻ കാറിലിരുന്ന് അവളുടെ ഫോണിലൂടെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അവൾ കാറിലും ഒരു ക്യാമറ സെറ്റ് ചെയ്യുന്നു. പിറ്റേ ദിവസം അവൾ ഒരു ജോബ് ഇന്റർവ്യൂവിനും പോകുന്നു. ജോലി അവൾക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ സെയിൽസിലേക്കാണ്. അത് അവൾക്ക് ഓക്കെ ആണോ എന്ന് അവർ ചോദിക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, എനിക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടുന്ന് തന്നെ തുടങ്ങാമെന്ന് ഹീറോയിൻ അവരോട് പറയുന്നുണ്ട്. പിന്നീടാണ് നമ്മുടെ ഹീറോയിൻ അവളുടെ ഫ്രണ്ടുമായി കോഫി ഷോപ്പിലേക്ക് പോയപ്പോൾ അവരെ ഇരുവരെയും ഒരുമിച്ച് കാണുന്നത്. എവിഡൻസിന് വേണ്ടി ഹീറോയിൻ അത് ഫോണിൽ പകർത്തുകയും ചെയ്തല്ലോ. അവരവിടെ നിന്ന് മാറിപ്പോകുന്നത് കൊണ്ട് തന്നെ ഫ്രണ്ടിനെയും കൂട്ടി ഹീറോയിനും അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഫ്രണ്ട് അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ആദ്യം നീ ഇത് പഠിക്കുക, ഇതിനുള്ളിലാണ് എവിഡൻസ് ഉള്ളതെന്ന് പറഞ്ഞ് ഫോൺ ഫ്രണ്ടിനെ ഏൽപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ എന്റെ ലൈഫിന് വേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേയധികം എവിഡൻസുകൾ കളക്ട് ചെയ്യണം, അത് മാത്രം മതി, ബാക്കിയൊക്കെ വഴിയെ നടന്നോളൂ എന്ന് പറഞ്ഞ് ഹീറോയിൻ എല്ലാ കാര്യങ്ങളും അവളുടെ ഫ്രണ്ടിന്റെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം തന്നെ ഹീറോ ആവട്ടെ ഷൻ ഗ്രൂപ്പിന്റെ CEO പോസ്റ്റിലേക്ക് സ്ഥാനമേൽക്കാനായി വരുന്നുണ്ട്. അതായത് ഹീറോയിന്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന അതേ കമ്പനിയിലേക്ക് തന്നെ. അവിടെ വർക്ക് ചെയ്യുന്ന പെൺകുട്ടികളായ സ്റ്റാഫുകളൊക്കെ ഹീറോയെ കുറിച്ച് അടക്കം പറയുന്നുണ്ട്. ഓൾറെഡി അവൻ വലിയൊരു പണക്കാരനും ഒരുപാട് കമ്പനികളൊക്കെ സ്വന്തം അധീനതയിലുള്ളവനുമാണ്. പിന്നത്തിനാണ് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു പൊസിഷനിൽ ജോലി നോക്കുന്നതെന്നൊക്കെ. അവൻ ഇനി മുതൽ കമ്പനിയുടെ പ്രസിഡന്റ് അല്ലേ, അതുകൊണ്ട് തന്നെ എല്ലാവരും ഷോക്കായി തന്നെ അവനെ എഴുന്നേറ്റ് നിന്ന് നോക്കുകയായിരുന്നു. ഹീറോയിന്റെ ഹസ്ബൻഡും അതുപോലെ നോക്കുന്നുണ്ട്. ഹീറോയും അവനെ ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് കയറിപ്പോയിട്ട് അവിടെ ഇനി വരാനിരിക്കുന്ന എംപ്ലോയീസിന്റെ ലിസ്റ്റും ഇതുവരെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എംപ്ലോയീസിന്റെ ലിസ്റ്റും ഒക്കെ എടുപ്പിക്കുന്നുണ്ട്. അപ്പോഴത്തെ ടീച്ചറുടെ പേരും ആ ലിസ്റ്റിലുണ്ടായിരുന്നു. അവരുടെ ബയോഡേറ്റ കണ്ട ഹീറോ ഷോക്ക് ആവുന്നുണ്ട്. ഇവളെങ്ങനെ ഇവിടെ കയറി പറ്റിയെന്ന് ആലോചിച്ചിട്ട് ഇവിടുത്തെ പുതിയ എംപ്ലോയി ആണോന്ന് ചോദിക്കുമ്പോൾ മാനേജർ ആവട്ടെ അതേ എന്ന് പറയുന്നുണ്ട്. ഉടനടി തന്നെ ഹീറോയിന് അവൻ മെസ്സേജ് അയക്കുന്നുണ്ട്. നിന്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന കമ്പനിയിൽ തന്നെ അവന്റെ മിസ്ട്രസിന് ജോലി നൽകിയിരിക്കുന്നു എന്ന്. എന്നാൽ ഇത് കണ്ട ഹീറോയിൻ ആവട്ടെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവപകർച്ചയൊന്നും ഉണ്ടായില്ലെങ്കിലും ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നോക്കാമെന്ന് അവൻ തിരിച്ചു മറുപടി അയക്കുന്നു. അതുമാത്രമല്ല ആ സ്ത്രീ ഇനി അവളടുത്ത് വന്ന് ട്യൂഷൻ പഠിപ്പിക്കാനായി
വരാൻ സാധിക്കില്ലെന്ന് പറയുമല്ലോ എന്ന് ഓർത്തോണ്ടിരിക്കുമ്പോൾ തന്നെ ആശ്രയ ആവട്ടെ അവളുടെ അടുത്ത് വന്നിട്ട് ഇനി മുതൽ ട്യൂഷൻ പഠിപ്പിക്കാനായി താൻ വരികയില്ല എന്ന് പറയുന്നത്. അതെന്ത് പറ്റി? നിങ്ങളെപ്പോലെ നല്ലൊരു ടീച്ചറെ കണ്ടെത്തുക എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവിടെ നിന്ന് പോകാതിരുന്നൂടെ? സാലറി വേണമെങ്കിൽ കൂട്ടിത്തരാമെന്നും ഉള്ളിലെ പുച്ഛം മറച്ചു വെച്ചുകൊണ്ട് അവൾ ചോദിക്കുന്നുണ്ട്. ഇല്ല, എന്നെ കൊണ്ട് എന്തായാലും ഇനി വരാൻ സാധിക്കില്ല. എനിക്കൊരു കമ്പനിയിൽ പെർമനന്റ് ആയി ജോലി ലഭിച്ചു എന്ന് തന്നെ ആ സ്ത്രീ പറയുന്നുണ്ട്. ഏത് കമ്പനിയിലാണ് ഇനി വർക്ക് ചെയ്യാൻ പോകുന്നതെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ അവരുടെ ഹസ്ബൻഡിന്റെ കമ്പനിയുടെ പേര് പറയുന്നുണ്ട്. ഉടനടി തന്നെ ഷോക്കായ പോലൊരു ഭാവഭേദം വരുത്തിയിട്ട് എന്റെ ഹസ്ബൻഡിന്റെ കമ്പനിയിൽ തന്നെയാണോ നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അവളുടെ ഹസ്ബൻഡ് ഇതേ സമയം അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഓ, എന്റെ കമ്പനിയിലാണോ ഇനി മുതൽ ജോലി ചെയ്യാൻ പോകുന്നതെന്നുള്ള രീതിയിൽ അയാളും അവരുടെ അടുത്ത് കാഷ്വലായി സംസാരിക്കുന്നുണ്ട്. എന്തായാലും നല്ലൊരു ജോലി ലഭിച്ച സ്ഥിതിക്ക് തടയുന്നത് ശരിയല്ലല്ലോ, എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരണ്ടേന്ന് ചോദിച്ച് അവളുടെ ഹസ്ബൻഡിന്റെ ഫോൺ ചോദിക്കുന്നുണ്ട്. ഒരു 5000 രൂപ അവൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാനായി. ആദ്യം അയാളൊന്നും മടിച്ചെങ്കിലും പിന്നീട് അവളുടെ നിർബന്ധത്തിന് വഴങ്ങി അയാൾ ഫോൺ നൽകുന്നുണ്ട്. ടീച്ചർക്ക് അവൾ 5000 രൂപ അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ടീച്ചർ ആവട്ടെ വളരെ സന്തോഷത്തോടെ തന്നെ അവളോട് നന്ദി പറയുന്നുണ്ടെങ്കിലും ഹീറോയിൻ ആവട്ടെ ഇതൊക്കെ ഒരു എവിഡൻസ് ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഫോൺ അവളുടെ ഹസ്ബൻഡിന് കൊടുക്കുന്നുണ്ട്. പിന്നീട് ടീച്ചർ അവിടെ നിന്ന് പോയതിനു ശേഷം അയാൾ ധൃതിയിൽ അവിടെ നിന്ന് മാറിപ്പോയിട്ട് ആ സ്ത്രീയെ വിളിക്കുന്നുണ്ട്. നിനക്കെന്താ തീരെ വിവരമില്ലേ? എന്തിനാ നീ കമ്പനിയുടെ പേരൊക്കെ പറഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ എപ്പോഴേലും അറിയില്ലേ എന്ന് ആ സ്ത്രീ ചോദിക്കുമ്പോൾ അത് അപ്പോഴല്ലേ, ഇപ്പോഴേ അവളോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. അവൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നിയാലോ ഡിവോഴ്സ് ചെയ്യുന്നവിടം വരെ അവൾ ഇതിനെപ്പറ്റിയൊന്നും അറിയരുതെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്യുകയും താഴേക്ക് പോയ അയാളാവട്ടെ ഒരുപാട് മദ്യപിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരികയും ചെയ്യുന്നു. എന്ത് പറ്റി, ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ടോ എന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ ഇന്നെന്റെ മൈൻഡ് തീരെ ശരിയല്ലായിരുന്നു, അതുകൊണ്ട് കുറച്ച് കുടിച്ചു, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് ഡിവോഴ്സിന്റെ കാര്യങ്ങൾ പറയാനായി പോകുന്നുണ്ടെങ്കിലും ഇത് കണ്ടോ, യാങ് വരച്ചതാ നമ്മുടെ ഫാമിലി പിക്ചറാണെന്ന് പറഞ്ഞ് അയാളെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ കണ്ടപ്പോൾ അയാൾ വളരെയധികം അപ്സെറ്റ് ആവുന്നുണ്ട്. കൊള്ളാമോ എന്ന് ആ കൊച്ചുകുട്ടി അച്ഛനോട് ചോദിക്കുമ്പോൾ വളരെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് അയാൾ സ്നേഹത്തോടെ അവനോട് സംസാരിക്കുന്നുണ്ട്. പിറ്റേ ദിവസം ഹീറോയിൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ അവളുടെ ഹസ്ബൻഡ് അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവള് ഫോൺ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ആ ടീച്ചറോടൊപ്പം കാറിലിരുന്ന് സംസാരിക്കുന്നതാണ് ഹീറോയിൻ കാണുന്നത്. അതുമാത്രമല്ല അവൾക്ക് വേണ്ടി അയാൾ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ടെന്നും അവൾക്ക് ജോലിക്ക് പോകാൻ വേണ്ടി എളുപ്പത്തിന് അവർ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ അടുത്താണെന്നും ഹീറോയിൻ അവരുടെ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ആ വീടിന്റെ റെന്റ് വരെ അയാൾ കൊടുത്തോളാമെന്നും ഒക്കെ പറയുന്നുണ്ട്. ആശ്രയാണെങ്കിൽ വളരെ സന്തോഷത്തോടെ തന്നെ അവനോട് നന്ദിയും പറയുന്നു. അപ്പോൾ ആ സിറ്റിയിൽ തന്നെയാണല്ലേ നീ അവർക്ക് വേണ്ടിയിട്ട് വീട് റെഡിയാക്കിയിരിക്കുന്നത് എന്നും പറഞ്ഞ് ഈ വിവരങ്ങളെല്ലാം ഹീറോയെ അറിയിക്കുകയും അവരിരുവരും മീറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെയാണോ രുജിൻ വീടെടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് ഹീറോയിന്റെ അടുത്ത് അവൻ ചോദിക്കുന്നുണ്ട്. അതെ, ഇവിടെ തന്നെയാണ്. പക്ഷെ എങ്ങനെയാണ് ഉള്ളിലേക്ക് പോവുക? നമ്മളെ അകത്തേക്ക് കയറ്റിവിടില്ലല്ലോ. അതുമാത്രമല്ല റൂം നമ്പറോ ഏത് വീടാണെന്നോ അതൊന്നും അറിയില്ലല്ലോ എന്ന് ഹീറോയിൻ പറയുമ്പോൾ നീ ടെൻഷൻ ആവാതിരി, എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടാതെ ഇരിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ അവിടെയുള്ള ഒരു ഫുഡ് സ്റ്റാൾ ഹീറോയുടെ കണ്ണിൽ പെടുന്നുണ്ട്. ഉടനടി തന്നെ അവിടെ നിന്നൊരു സ്വീറ്റ് വാങ്ങി ഹീറോയിന്റെ അടുത്തേക്ക് വന്നിട്ട് അത് കഴിക്കാനായി ആവശ്യപ്പെടുന്നു. ഇപ്പോഴാണോ ഇത് കഴിച്ചുകൊണ്ടിരിക്കേണ്ട സമയമെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ നീ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത് സ്വീറ്റ്സ് കഴിച്ചാൽ ടെൻഷൻ കുറയുമെന്ന്, ഓർക്കുന്നില്ലേ എന്ന് ഹീറോ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഹീറോയിൻ ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് ഓർത്തെടുക്കുന്നത്. അവന്റെ അമ്മയെടുത്ത് വഴക്കിട്ടുണ്ടിരുന്ന സമയത്ത് ഹീറോയിൻ എവിടേക്ക് വന്നിട്ട് ഇത് പിടിക്ക്, സ്വീറ്റ്സ് കഴിച്ചാൽ നീ ഒന്ന് റിലാക്സ് ആവുമെന്ന് പറഞ്ഞ് അവന്റെ കയ്യിലേക്ക് ആ സ്വീറ്റ്സ് കൊടുക്കുന്നുണ്ട്. അത് കഴിച്ച ഉടനെ തന്നെ ഹീറോയുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവുന്നുണ്ട്. ഇപ്പോൾ ഹീറോയിൻ ആവട്ടെ അതൊക്കെ കൺമുന്നിൽ നടക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഹീറോയിൻ സന്തോഷത്തോടെ തന്നെ അത് കഴിക്കുന്നുണ്ട്. ഇപ്പോഴെങ്ങനെയുണ്ട്, നിന്റെ മൈൻഡ് ഒന്ന് റിലാക്സ് ആയില്ലേ? ഇപ്പോൾ ടെൻഷൻ കുറഞ്ഞില്ലേ? എന്തെങ്കിലും ഒരു ഐഡിയ ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടേക്ക് നോക്കെന്ന് പറഞ്ഞിട്ട് സെക്യൂരിറ്റി റൂം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ ചെന്ന് ചോദിക്കും, നിനക്ക് ആവശ്യമുള്ളത് എന്തായാലും അവിടെ നിന്ന് ലഭിക്കുമെന്ന് ഹീറോ പറയുന്നു. ഹീറോയിൻ ആവട്ടെ അയാൾക്ക് ആവശ്യമായ സാധനങ്ങളും വാങ്ങിക്കൊണ്ട് എന്റെ ഫ്രണ്ട് ഇവിടെയാണ് താമസിക്കുന്നത്, പക്ഷേ വീട്ടു നമ്പർ എനിക്ക് അറിയില്ല എന്ന് അവൾ പറയുമ്പോൾ തന്നെ ആ സ്ത്രീയുടെ പേര് ചോദിച്ചതിന് ശേഷം വീട്ടു നമ്പരും അഡ്രസ്സും എല്ലാം അയാൾ അപ്പോഴേ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ആ വീട്ട് അഡ്രസ് ഒക്കെ കണ്ടുപിടിച്ച ഹീറോയിൻ വളരെ സന്തോഷത്തോടെ തന്നെ അയാളോട് നന്ദി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. പിറ്റേ ദിവസം ഹീറോയിൻ അവളുടെ ജോലിക്കായി പോകുന്നുണ്ട്. അവളൊരു സെയിൽസ് ഗേൾ ആയിട്ടാണല്ലോ നിൽക്കുന്നത്. ഒരു ജ്വല്ലറി ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. ഹീറോയിൻ ഇത് കാണുന്നുണ്ട്. ഹീറോ എന്തായാലും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവളെ തന്നെ നോക്കി കണ്ടെടുക്കാൻ നിൽക്കുന്ന സമയത്ത് ഫ്രണ്ട് പറയുന്നുണ്ട്, ഇപ്പോൾ ഇവിടെ ഒരു കോമഡി നടക്കാൻ പോവുകയാണെന്ന്, എന്തായാലും വെയിറ്റ് ചെയ്യാമെന്ന് ഹീറോയിൻ പറയുന്നു. പിന്നീട് അവളൊരു സെയിൽസ് ഗേൾ ആയിട്ട് വർക്ക് ചെയ്യുന്നു അയാൾ മനസ്സിലാക്കിക്കൂടല്ലോ. അതുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റ് താൻ റെസ്റ്റ് റൂം യൂസ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്ന് പോവുകയും കാഷ്വൽ ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ച് താഴേക്ക് ഇറങ്ങി വരികയും ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്യുകയാണ്? ടീച്ചറും നിങ്ങളും കൂടി ഒരുമിച്ചാണോ വന്നേന്നൊക്കെ ഹീറോയിൻ തിരക്കുന്നുണ്ട്. അവരിരുവരും ഷോക്കാവുന്നു ഹീറോയിനെ കണ്ടതും. അത് പിന്നെ വേറെ ഒന്നുമില്ല, കമ്പനിയിലെ ഒരു ക്ലയന്റിന് ഗിഫ്റ്റ് കൊടുക്കാനാണെന്ന് അവളുടെ ഹസ്ബൻഡ് ഉള്ളിലെ പതർച്ച മറച്ചു വെച്ചുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ ടീച്ചറും അത് ഏറ്റുപിടിക്കുന്നുണ്ട്. രുചിങ്ങിനെ സെലക്ട് ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് താൻ കൂടെ വന്നയാണെന്ന്. എന്നാൽ പിന്നെ ശരി, ഞാൻ തന്നെ ഒരെണ്ണം സെലക്ട് ചെയ്യാന്ന് പറഞ്ഞ ഹീറോയിൻ മനഃപൂർവ്വം തന്നെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു നെക്ലേസ് അവരുടെ മുമ്പിലേക്ക് എടുത്തു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വളരെ എക്സ്പെൻസീവ് ആണല്ലോ എന്ന് ആ ടീച്ചർ പറയുന്നുണ്ടെങ്കിലും അങ്ങനെയൊന്നുമില്ല, ഇത് ഗിഫ്റ്റ് കൊടുക്കാൻ നല്ലൊരു ഓപ്ഷൻ ആണെന്ന് പറഞ്ഞ് ഹീറോയിൻ കാർഡ് താന്ന് പറഞ്ഞ് അയാളുടെ കയ്യിൽ നിന്ന് കാർഡ് വാങ്ങിക്കുകയും അവള് തന്നെ സ്വൈപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ ഇതെല്ലാം ഹീറോയിൻ ഒരു എവിഡൻസും അതുപോലെ തന്നെ അവൾ കാരണം ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വിറ്റുപോവുകയും ചെയ്തല്ലോ. അവൾക്കതൊരു ബെനിഫിറ്റും കൂടിയാണ്. അവളുടെ ഹസ്ബൻഡും ടീച്ചറും ആവട്ടെ എന്തായാലും അവളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് സമാധാനത്തോടെ തന്നെ അവിടെ നിന്ന് പോകുന്നു.
ഇവൻ എന്തൊരു ഭർത്താവാണോ എന്തോ. എന്നിരുന്നാലും അവൾ എന്താണ് അവിടെ ചെയ്യുന്നതെന്നും അവൾ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് പാക്ക് ചെയ്തവർക്ക് നൽകിയെന്ന് പോലും അവൻ ചോദിച്ചില്ല. സാധാരണ സെയിൽസിൽ നിൽക്കുന്നവർക്ക് മാത്രമല്ലേ അതൊക്കെ ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളൂ. മറ്റൊരു സ്റ്റാഫ് ഹീറോയുടെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും വന്നപ്പോൾ തന്നെ വമ്പിച്ച സെയിൽസ് ആണല്ലോ നടത്തിയിരിക്കുന്നത്. എത്ര രൂപയുടെ സാധനം ഇപ്പൊ സെയിൽ ചെയ്ത് പോയിരിക്കുന്നതെന്ന് അറിയാമോ? താൻ നല്ല മിടുക്കിയാണല്ലോ എന്ന് പറഞ്ഞ് തന്നെ ഹീറോയിനെ അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് മാറുതെന്ന് തന്നെ അവരുടെ സംഭാഷണമൊക്കെ ഹീറോ കേട്ടിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഗോൾഡ് വാങ്ങണമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇവൻ ഇപ്പോഴെന്തൊക്കെയാ ചെയ്യുന്നതെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഫ്രണ്ടും അവന്റെ കൂടെ പോകുന്നുണ്ട്. ടീച്ചറാണെങ്കിൽ ഈ സമയം പറയുന്നുണ്ട്, എന്തോ ഭാഗ്യമുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ പിടിക്കപ്പെട്ടേനെ. ഞാൻ കാരണമാണല്ലോ നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നേ. സോറി എന്നവർ പറയുമ്പോൾ, നീ ഇതിനെ കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട, ഇതൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാമെന്ന് അവർ പുറമെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ സന്തോഷമായിരുന്നു. ഏത് വിധേനയും രണ്ടുപേരും പിരിക്കണമെന്ന് തന്നെ അവർ മനസ്സിൽ വിചാരിക്കുന്നു. ഹീറോയിനാവട്ടെ അവളുടെ സഹപ്രവർത്തകയോട് സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ തന്നെയാണ് ഹീറോ അവിടേക്ക് വന്നത്. എന്താ സാർ വന്നത്? ആർക്ക് എന്ത് വാങ്ങാനാണ് വന്നതെന്ന് അവള് ചോദിക്കുമ്പോൾ, എന്റെ ഒരു ക്ലയന്റിന് വേണ്ടിയിട്ടാണ്, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് തന്നെ വേണമെന്ന് ഹീറോ പറയുന്നുണ്ട്. ദാ ഇതെല്ലാം സെറ്റ് ആയിട്ടുള്ള ജ്വല്ലറിയാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട മോഡലാണ്, ലിമിറ്റഡ് എഡിഷൻ ആണ് എന്നൊക്കെ അവള് ഓർണമെന്റ്സിനെ കുറിച്ച് ഹീറോ എടുത്ത് പറയുമ്പോൾ, ഹീറോ ആവട്ടെ നിനക്ക് ഇഷ്ടപ്പെട്ടതല്ലേ, എങ്കിൽ പാക്ക് ചെയ്തോളൂ എന്ന് തന്നെ പറയുന്നു. എല്ലാം പാക്ക് ചെയ്യണോ എന്ന് അവൾ സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. പിന്നെന്താ എല്ലാം തന്നെ പാക്ക് ചെയ്തോളൂ എന്ന് അവൻ മറുപടിയും പറയുന്നു. നല്ലൊരു ജ്വല്ലറി ബോക്സിൽ തന്നെ ഹീറോയിന് ആഭരണങ്ങളെല്ലാം പാക്ക് ചെയ്തവന് നൽകുകയും അതോടൊപ്പം തന്നെ എക്സ്പെൻസീവ് ആയിട്ട് ജ്വല്ലറീസ് വാങ്ങിയതുകൊണ്ട് തന്നെ ഗിഫ്റ്റായി ചോക്ലേറ്റ്സ് നൽകുന്നു. പിന്നീട് ആ ടീച്ചർ മോള് നടന്നു വരുന്നതാണ് കാണുന്നത്. റുജിങ് ഇപ്പോൾ ഇവിടേക്ക് വരുമെന്നും അയാളെ അച്ഛനെന്ന് വിളിക്കണമെന്നും ആ കുട്ടിയോട് അവർ ആവശ്യപ്പെടുന്നുണ്ട്. തന്നെ കൊണ്ട് അതിനൊന്നും സാധിക്കില്ല, വേണമെങ്കിൽ അങ്കിളെന്ന് മാത്രം വിളിക്കാമെന്ന് ആ കൊച്ചുകുട്ടി പറയുന്നുണ്ട്. നീ ചുമ്മാ തർക്കുത്തരവൊന്നും പറയാതിരിക്കുന്നത്, എന്റെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് അവരവളോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്തായാലും ആ സ്ത്രീ പറഞ്ഞ കണക്ക് തന്നെ രുചിങ് ഇവിടെ എത്തിയപ്പോൾ തന്നെ അച്ഛ എന്ന ആ കൊച്ചു പെൺകുട്ടി വിളിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ അയാൾ കുറച്ച് ഇമോഷണൽ ആവുന്നുണ്ട്. വളരെ സന്തോഷത്തോടെ തന്നെ അവരുടെ മകളോട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ തന്നെ മഴ വരുന്നുണ്ടെന്ന് പറഞ്ഞ് അയാൾ അവളെ തോളിലേറ്റുന്നു. മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ മൂന്നുപേരും നനയാതിരിക്കാനായി അയാളുടെ കോട്ട് മറയായി പിടിക്കുന്നുണ്ട് ആ സ്ത്രീ. അങ്ങനെ അവരൊരു ഫാമിലിയായി വളരെ ഹാപ്പിയായി തന്നെ പോകുന്നു. ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ ഹീറോയിൻ മകനെ കാണുന്നില്ല. അന്വേഷിച്ച് മുറിയിൽ ചെന്നപ്പോഴോ അവൻ കിടക്കുകയായിരുന്നു. തൊട്ടു നോക്കിയപ്പോൾ അവന് വല്ലാതെ പനിക്കുന്നു. ഉടനടി തന്നെ രുചിങ്ങിനെ ഈ വിവരം ധരിപ്പിക്കാനായി അവൾ വിളിക്കുന്നുണ്ടെങ്കിലും ആ സ്ത്രീയുടെ കയ്യിലായിരുന്നു ഫോൺ. ഇവളെന്തിനാ ഈ സമയത്ത് വിളിക്കുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ആ സ്ത്രീ ആവട്ടെ ഫോൺ ഉടനടി സ്വിച്ച് ഓഫ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം അയാളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി, എന്റെ കയ്യിൽ ചാർജ് ചെയ്യാനുള്ള ചാർജറും ഇല്ല. അതൊന്നും കുഴപ്പമില്ല, ഈ സമയത്ത് തന്നെ ആരും വിളിക്കാനില്ലല്ലോ. അത് മാത്രമല്ല വൈഫിൻ്റെ കൂടെ ഞാൻ പറഞ്ഞിട്ടാണ് വന്നത്, ഇന്ന് നൈറ്റ് എന്തായാലും താമസിച്ച് എത്തുകയുള്ളൂ എന്ന്. ഉടനടി തന്നെ ഹീറോയിൻ എന്ത് ചെയ്യുമെന്നറിയാതെ ഹീറോയെ വിളിക്കുന്നുണ്ട്. തന്റെ മകന് തീരെ സുഖമില്ലെന്നും ക്യാബ് വിളിച്ചിട്ട് കിട്ടിയതുമില്ല, ഒന്ന് വരാമോ എന്ന് അവൾ അവനോട് ചോദിക്കുന്നുണ്ട്. ഉടനടി തന്നെ ഹീറോ അവിടെ നിന്ന് പുറപ്പെടുന്നു. എന്നാൽ വഴിയരികിൽ നിൽക്കുകയായിരുന്ന ഹീറോയിൻ അവളുടെ ഹസ്ബൻഡും ടീച്ചറും അവരുടെ മകളും കൂടി ചേർന്ന് കാറിൽ പോകുന്നത് കാണുന്നുണ്ട്. സ്വന്തം മകന് സുഖമില്ലാതെ ഞാനിവിടെ കഷ്ടപ്പെടുകയാണ്, എന്നിട്ട് ഇത്രയും ക്രൂരമായി പെരുമാറാൻ അയാൾക്ക് എങ്ങനെ തോന്നുന്നു എന്ന് തന്നെ ഹീറോയിൻ മനസ്സിൽ വിചാരിക്കുന്നു. കുറച്ചു സമയങ്ങൾക്ക് ശേഷം തന്നെ ഹീറോ അവിടേക്ക് എത്തുന്നു. ഓടിച്ചെന്ന് അവനാവട്ടെ സ്വന്തം കോട്ടൂരി അവരിരുവരെയും പുതപ്പിക്കുകയും ഹീറോയിനെയും കൊച്ചുകുട്ടിയെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോവുകയും ചെയ്യുന്നു. കുട്ടിക്ക് അസുഖം മൂർച്ഛിച്ചത് മൂലം തന്നെ അവനെ അന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ഹീറോയിൻ അവനോട് നന്ദി പറയുന്നുണ്ട്. നിന്റെ ഹസ്ബൻഡ് എവിടെയാണെന്ന് ഹീറോ തിരക്കുമ്പോൾ അവന് സ്വന്തം കുട്ടിയെയോ ഭാര്യയോ പരിപാലിക്കാൻ സമയമില്ല, ആ ടീച്ചറെയും അവരുടെ മകളെയും കൊണ്ട് ഊരു ചുറ്റി നടക്കുകയാണെന്നൊക്കെ ഹീറോയിൻ വളരെ വിഷമത്തോടെ തന്നെ പറയുന്നു. അവളെ സമാധാനിപ്പിക്കാൻ ഹീറോ കൈകൾ അവളുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അത് പിൻവലിക്കുന്നുണ്ട്. പിറ്റേ ദിവസം കുട്ടി കണ്ണു തുറന്നപ്പോൾ അവൻ ഓക്കെ ആണോ എന്നൊക്കെ അവൾ അന്വേഷിക്കുന്നുണ്ട്. നിനക്ക് യാതൊന്നും സംഭവിക്കില്ല, എപ്പോഴും ഞാൻ നിന്നോടൊപ്പം തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് കൊച്ചുകുട്ടി അവൾ സമാധാനപ്പെടുത്തുന്നു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അമ്മയോ അച്ഛനെയോ തിരഞ്ഞെടുക്കേണ്ടി വന്നാൽ അതിൽ ആരെ ചൂസ് ചെയ്യുമെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ തീർച്ചയായും അമ്മയെ തന്നെ ചൂസ് ചെയ്യുമെന്ന് അവൻ പറയുന്നുണ്ട്. രുചിങ്ങാണെങ്കിൽ അവിടെ കൂടി വന്നിട്ട് കൊച്ചുകുട്ടിയോട് നീ ഇപ്പോൾ ഓക്കെ ആണോ എന്നൊക്കെ ഇവന്റെ നെറ്റിൽ തൊട്ട് നോക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്. സോറി, ഇന്നലെ എനിക്ക് എന്റെ കോൾ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല, വളരെ മുഖ്യമായ ഒരു ജോലി ഉണ്ടായിരുന്നു. തിരിച്ചു വിളിക്കാൻ നോക്കിയപ്പോഴോ തന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയെന്നും ചാർജർ ഇല്ലായിരുന്നു എന്നും അയാൾ ഉഴപ്പം മട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ ഹീറോയിൻ വളരെ ദേഷ്യത്തോടെ തന്നെ, യാങ്ങിന് ഇന്നലെ എന്തുമാത്രം ഫീവർ ആണെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നു, വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നത്. ശരി, ഈ ഒരു പ്രാവശ്യത്തേക്ക് നിങ്ങളുടെ ഈ തെറ്റ് ഞാൻ ക്ഷമിക്കാം, പക്ഷേ അതിന് പകരമായി നമ്മുടെ വീട് നമ്മുടെ മകന്റെ പേരിൽ എഴുതി വെക്കണമെന്ന് ഹീറോയിൻ ആവശ്യപ്പെടുന്നുണ്ട്. എന്താ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് അയാൾ ചോദിക്കുന്നുണ്ടെങ്കിലും തന്റെ മകൻ എന്തായാലും ഒരു സേഫ്റ്റി വേണം, ഇനിയൊരിക്കലും നിങ്ങൾ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ല എന്ന് ആര് കണ്ടു, അതുകൊണ്ട് ഇത് നമ്മുടെ മകന്റെ സേഫ്റ്റിക്കായി കൂട്ടിയാൽ മതി, നിങ്ങൾ ചെയ്തതിന്റെ കോമ്പൻസേഷൻ മാത്രമാണിതെന്ന് ഹീറോയിനും വ്യക്തമാക്കുന്നു. പിന്നീട് അതിന് ഓക്കെ പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഓഫീസിലേക്ക് എത്തിയ രുചിങ് ആ സ്ത്രീയെ മീറ്റ് ചെയ്യുകയും നിങ്ങളുടെ മകൻ ഇപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ അവർ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, തന്റെ മകന്റെ പേരിലേക്ക് വീടെഴുതി വെക്കാൻ പോവുകയാണെന്നും അയാൾ പറയുന്നുണ്ട്. ഇതവരെ വല്ലാതെ ചോടിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴെന്തിനാ അവന്റെ പേരിൽ വീടൊക്കെ എഴുതി വെക്കുന്നതെന്ന് ഉള്ളിലെ ദേഷ്യം മറച്ചു
വെച്ച് അയാളോട് അവർ ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം താൻ കോൾ അറ്റൻഡ് ചെയ്തിരുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു കോമ്പൻസേഷൻ എന്നുള്ള രീതിയിലും മകന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുമാണെന്നൊക്കെ ആ സ്ത്രീയോട് അയാൾ പറയുന്നുണ്ട്. ഉടനെ അവർ സെന്റിമെന്റൽ ഡയലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ കാരണമല്ലേ നിങ്ങളുടെ ഫാമിലിയിൽ ഇത്രയും വിഷയങ്ങൾ ഉണ്ടാവുന്നത്, നിങ്ങൾ അവരെ ഡിവോഴ്സ് ചെയ്യേണ്ട, മകനുമായും വൈഫുമായി സന്തോഷമായി ജീവിക്കുമെന്ന് പറഞ്ഞു തന്നെ ആ സ്ത്രീ അവിടെ നിന്ന് പോകുന്നു. വീട് മകന്റെ പേരിലോട്ട് മാറ്റുന്നതിന് അവർക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്തത്. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ ക്യാബിനിൽ അവരുടെ റെസിഗ്നേഷൻ ലെറ്ററും അതുപോലെ തന്നെ ഫോൺ നമ്പറൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നതായും അയാളുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ഭ്രാന്ത് പിടിച്ചതുപോലെ അവൾ എവിടെ പോയിരിക്കുകയാണെന്ന് എല്ലാവരോടും ചോദിക്കുകയും അവളെ ഇപ്പോൾ താമസിപ്പിച്ചിരിക്കുന്ന ഫ്ലാറ്റിലേക്ക് അയാൾ പോവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതും ലോക്കായിരുന്നു. അവിടെയുള്ള ഒരു സ്ത്രീയിൽ നിന്ന് അവള് ഹോം ടൗണിലേക്ക് പോയിരിക്കുന്നു എന്ന് മനസ്സിലാവുന്നുണ്ട്. അവിടെ വെച്ച് അയാൾ ഒരുപാട് തവണ അവളെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കോള് പോലും പോകുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ഫോണിലെ ക്യാമറയിലൂടെ തന്നെ ഈ രംഗങ്ങളെല്ലാം ഹീറോയിൻ കണ്ടിരുന്നു. അവിടെയും ഹീറോയിൻ ഒരു ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടിലേക്ക് വന്ന അയാൾ അവിടെ ധൃതിയിൽ തന്നെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുന്നു. എവിടെ പോവുകയാണെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ താനൊരു ബിസിനസ് ട്രിപ്പ് പോവുകയാണെന്ന് അയാൾ കള്ളം പറയുകയും ചെയ്യുന്നുണ്ട്. ആ സ്ത്രീയെ കാണാൻ വേണ്ടിയിട്ട് അയാൾ അവിടെ നിന്ന് സാധനങ്ങളുമായി ഇറങ്ങി ഓടുകയാണ്. ഇതേസമയം ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അവരുടെ കോളേജ് ടൈം മുതലേ ആ സ്ത്രീയെ അയാൾ വളരെയധികം സ്നേഹിച്ചിരുന്നു. പക്ഷേ ഒരുപാട് സ്ത്രീധനം ലഭിക്കുമെന്ന് കരുതി ആ പെൺകുട്ടിയുടെ വീട്ടുകാർ മറ്റൊരു വിവാഹം അവൾക്ക് ഉറപ്പിക്കുകയായിരുന്നു. എന്നെ വിട്ടിട്ട് പോവുകയാണോ എന്ന് അയാൾ വിഷമത്തോടെ അവരോട് ചോദിക്കുമ്പോൾ എനിക്ക് വേറെ വഴിയറിയില്ല, വീട്ടുകാർ പറയുന്നത് അനുസരിച്ചേ മതിയാവൂ എന്ന് പറയുമ്പോൾ പണം വേണമെങ്കിൽ ഞാൻ എത്ര വേണമെങ്കിലും കൊണ്ടുതരാം, പക്ഷേ മറ്റൊരാളെ വിവാഹം കഴിക്കരുതെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും നീ ഇപ്പോൾ ഗ്രാജുവേറ്റ് ആയതല്ലേ ഉള്ളൂ, നിന്റെ പക്കൽ എവിടെ നിന്നാ ഇത്രയും പണമെന്ന് അവർ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പണം അറേഞ്ച് ചെയ്തിട്ട് പിറ്റേ ദിവസം അവളെ കാണാൻ വരുന്നുണ്ടെങ്കിലും ഫ്രണ്ടിൽ നിന്ന് അവളുടെ വിവാഹം ഇന്ന് നടക്കുകയാണെന്ന് പറയുന്നു. അവിടെ ചെന്ന് നോക്കുമ്പോഴോ ആ സ്ത്രീയുടെ വിവാഹം കഴിഞ്ഞിരുന്നു. അവളെ വിവാഹവേഷത്തിൽ കണ്ട് അയാളുടെ കണ്ണുകൾ നിറയുന്നു. അതുപോലെ ആ സ്ത്രീയുടെയും കണ്ണുകൾ നിറയുന്നു. നിരാശയോടെ അവിടെ വിട്ട് പോകാൻ മാത്രമേ അയാൾക്ക് സാധിച്ചുള്ളൂ. ഇപ്പോഴും അയാൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഉറക്കെ തന്നെ പറയുന്നുണ്ട്, അന്ന് ഒരു ചെറിയ സമയ വ്യത്യാസം കൊണ്ട് തന്നെ എനിക്ക് നിന്നെ നഷ്ടമായി, ഇപ്പോൾ അതിന് തീർച്ചയായും ഞാൻ അനുവദിക്കില്ല എന്ന് തന്നെ അയാൾ ഉറക്കെ വിളിച്ചു പറയുമ്പോൾ ആ സ്ത്രീ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഉടനടി തന്നെ അയാൾ അവളെ ചെന്ന് ചേർത്ത് പിടിക്കുന്നുണ്ട്. നീ എന്തിനാ എന്നെ വിട്ട് പോയത് എന്ന് ചോദിച്ച് അയാൾ അവളെ ചേർത്ത് പിടിച്ച് കരയുന്നുണ്ട്. വേണ്ട, ഞാൻ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും വേണ്ട, നിങ്ങളുടെ ലൈഫിലേക്ക് ഞാനിനി വരികയില്ല, ഞാൻ കാരണം ഇത്രത്തോളം പ്രശ്നം നിങ്ങൾക്കുണ്ടാവുമെന്ന് കരുതിയില്ല എന്നൊക്കെ അവർ പറയുന്നത് കേട്ടപ്പോൾ നാളെ തന്നെ ഞാൻ അവളെ ഡിവോഴ്സ് ചെയ്യും, ആരെന്ത് പറഞ്ഞാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, അവളുടെ മേലിൽ എനിക്ക് യാതൊരു ലവുമില്ല, നാളെ തന്നെ ഇവർ അവളെ ധരിപ്പിക്കുകയും നിന്നെ മാത്രമേ ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ആ സ്ത്രീയെ അവൻ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അവർ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ അവസാനം എത്തുന്നു. രണ്ടുപേരും ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ തന്റെ വഴി ക്ലിയർ ആവുമല്ലോ എന്ന് തന്നെ ആ സ്ത്രീ ആശ്വാസത്തോടെ മനസ്സിൽ വിചാരിക്കുന്നു. ഈ കാഴ്ചയൊക്കെ കാറിലിരുന്ന് ഹീറോയും കണ്ടിരുന്നു. ഇതെല്ലാം കാണുമ്പോൾ അവളുടെ ഹൃദയത്തിന് മുറിവേറ്റുകൊണ്ടേയിരുന്നു. അവൾക്ക് അവനെ ഇഷ്ടമല്ലെങ്കിൽ പോലും ഇതൊക്കെ കാണുമ്പോൾ തന്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടെന്ന് അവൾ ഹീറോ എടുത്ത് പറയുന്നുണ്ട്. സമാധാനിപ്പിക്കാനായി ഹീറോ തുടങ്ങുന്നുണ്ടെങ്കിലും ഉടനടി അവളുടെ ഭർത്താവിൽ നിന്ന് അവൾക്ക് മെസ്സേജ് ലഭിക്കുന്നുണ്ട്. നാളെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, നാളെ നൈറ്റ് ഒരു ഹോട്ടലിൽ ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അവിടെ വെച്ച് കാര്യങ്ങൾ സംസാരിക്കാന്ന് പറയുന്നു. ഹീറോയിനും അതിന് ഓക്കെ പറയുന്നുണ്ട്. ഈ വിവരങ്ങളൊക്കെ ഹീറോ എടുത്ത് പറയുമ്പോൾ നിന്റെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും നാളെ കൊണ്ട് ശരിയാവും, എല്ലാ എവിഡൻസും നമ്മുടെ പക്കലുണ്ട്, നിന്റെ മകന്റെ കസ്റ്റഡിയും നിനക്ക് തന്നെ ലഭിക്കുകയും ചെയ്യും, അതുമാത്രമല്ല മറ്റെന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ തന്നെ കൊണ്ട് ശരിയാക്കാൻ സാധിക്കും. പിന്നീട് ആ പെൺകുട്ടിയെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചിരുന്നു. അവളുടെ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്യുമ്പോൾ അയാൾ ബാങ്ക്രപ്റ്റ് ആയിരുന്നു. അതിനുശേഷമാണ് നിന്റെ ഭർത്താവിനെ തേടി അവൾ വന്നിരിക്കുന്നത്. അയാളോടുള്ള ഫീലിങ്സ് ശരിക്കും ഉള്ളതാണോ എന്ന് പോലും എനിക്കറിയില്ല. എന്തായാലും നിന്റെ ജീവിതത്തിലെ ഡിസിഷൻ നീ നാളെ കറക്റ്റായി എടുക്കണമെന്ന് തന്നെ ഹീറോ ഓർമ്മപ്പെടുത്തുന്നു. തീർച്ചയായും തന്റെ ജീവിതത്തിന് അനുയോജ്യമായ ഒരു തീരുമാനം തന്നെ താൻ നാളെ എടുക്കുന്നതായിരിക്കുമെന്ന് ഹീറോയിനും അവനോട് പറയുന്നു. പിറ്റേ ദിവസം ഹീറോയിൻ ആവട്ടെ പുറമെ സന്തോഷം നടിച്ച് അവളുടെ ഭർത്താവ് അവൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഡിന്നറിന് പോകുന്നുണ്ട്. വളരെ എക്സ്പെൻസീവും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണല്ലോ തനിക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞ് ഹീറോയിൻ അത് കഴിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരു മുഖവരയില്ലാതെ തന്നെ നമുക്ക് ഡിവോഴ്സ് ചെയ്യാന്ന് അവൻ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. ഉടനടി ഒന്നും അറിയാത്ത ഭാവത്തിൽ തന്നെ ഹീറോയിൻ ആക്ട് ചെയ്യാൻ തുടങ്ങുന്നു. എന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്, നമ്മുടെ ലൈഫ് വളരെ നന്നായി തന്നെയല്ലേ മുന്നോട്ട് പോകുന്നത്, തന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, എനിക്ക് മറ്റൊരു പെൺകുട്ടി ഇഷ്ടമാണെന്ന് അയാൾ തുറന്നു പറയുമ്പോൾ ആരാണതെന്ന് ഹീറോയിൻ ചോദിക്കുന്നുണ്ട്. ടീച്ചറാണെന്ന് അയാൾ വെളിപ്പെടുത്തുന്നു. എന്തിനാണ് നിങ്ങൾ അവളെ സ്നേഹിച്ചത്, എനിക്ക് എന്താണ് ഒരു കുറവെന്നൊക്കെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് നീ മനസ്സിലാക്കണം, നിനക്ക് യാതൊരു കുറവുമില്ല, നിന്റെ ഭാഗത്തൊരു തെറ്റുമില്ല, 10 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എനിക്ക് അവളെ അറിയാവുന്നതാണ്, എനിക്കിപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല, സോ ഇപ്പോൾ ഇങ്ങനൊരു ഡിസിഷനെ എടുക്കാൻ സാധിക്കൂ, നിന്നെയും മോനെയും നല്ല രീതിക്ക് നോക്കാന്ന് പറയുമ്പോൾ തന്നെ എന്തിനാണ് തന്റെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ചതെന്ന് ഹീറോയിൻ കരഞ്ഞുകൊണ്ട് അയാളടുത്ത് ചോദിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ അവൾ എഴുന്നേറ്റ് വന്ന് അയാളുടെ കയ്യിൽ പിടിച്ചും കരയുന്നുണ്ട്. സോറി, എന്നെ കൊണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, നീ ഇപ്പോൾ നിന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് പോകും, നമ്മുടെ മകൻ ഇപ്പോൾ എന്റെ കസ്റ്റഡിയിൽ തന്നെ കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ ശ്രമിക്കുന്നുണ്ട്. ഹീറോയിൻ ആവട്ടെ ഒരുപാട് കരയുന്നുണ്ട്. എന്നാൽ അതൊന്നും വകവെക്കാതെ തന്നെ അയാൾ അവളുടെ കൈ തട്ടിയെറിഞ്ഞിട്ട് അവിടുത്തെ കസേരയിലേക്ക് ഇരിക്കുന്നു. ഇതേ സമയം തന്നെ ഹീറോ അവിടേക്ക് വരുന്നുണ്ട്. എന്റെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഹീറോയിൻ അവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ടെങ്കിലും അവളുടെ ഉള്ളിലെ യഥാർത്ഥ ഫീലിങ്സ് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. അത്രയധികം വിഷമത്തിലാണ് ഹീറോയിൻ യഥാർത്ഥത്തിലാണ് കരഞ്ഞത്. എന്നിരുന്നാലും തന്റെ മനസ്സിലെ വിഷമം അവള് ഹീറോയുടെ മുമ്പിൽ പ്രകടിപ്പിച്ചില്ല. ഹീറോ ആവട്ടെ ഇതുവരെയുള്ള മൂവൊക്കെ വളരെ കറക്റ്റ് ആയിരുന്നു എന്നും
ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാമെന്നും പറയുന്നു. ഹീറോയിനാവട്ടെ എല്ലാ എവിഡൻസുകളും ഹീറോയുടെ ഫ്രണ്ട് ഉണ്ടല്ലോ സാങ്ങിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട്. എവിഡൻസും നിങ്ങളുടെ പക്കലുണ്ട്, അതുപോലെ തന്നെ മകനെ വളർത്താനുള്ള പണവുമുണ്ട്. കസ്റ്റഡി തീർച്ചയായും നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നതായിരിക്കും. നാളെ കോർട്ടിൽ മീറ്റ് ചെയ്യാമെന്ന് സാങ് പറയുമ്പോൾ തന്നെ ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോയിൻ പോകുന്നിടത്തേക്ക് എന്നെ നോക്കി ഹീറോ ഇരിക്കുന്നുണ്ടിട്ട് എടാ അവളങ്ങ് പോയി, നീ ഇപ്പോഴും നോക്കിയിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതേസമയം ഹീറോയിന്റെ ഹസ്ബൻഡും ഒരു ലോയറിനെ വെച്ചിട്ടുണ്ടായിരുന്നു. റുജിങ്ങിന്റെ അടുത്ത് അയാൾ പറയുന്നുണ്ട് തീർച്ചയായും നിങ്ങളുടെ മകന്റെ കസ്റ്റഡി നിങ്ങൾക്ക് തന്നെ വാങ്ങി നൽകുന്നതായിരിക്കും. നിങ്ങളുടെ വൈഫ് ഇത്രയും കാലം നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തല്ലേ കഴിഞ്ഞത്, അതുകൊണ്ട് തന്നെ അവർക്ക് യാതൊരു വരുമാനവും ഇല്ലല്ലോ. എന്തായാലും മകന്റെ കസ്റ്റഡി നിങ്ങൾക്ക് തന്നെ ലഭിക്കുമെന്ന് പറഞ്ഞ് അയാൾ ഉറപ്പ് കൊടുക്കുന്നുണ്ട്. എന്നിരുന്നാലും ഹീറോയിനെ വിഷമിപ്പിക്കുന്ന രീതിയിലൊന്നും സംസാരിക്കരുതെന്ന് ലോയറിനോട് പറയുന്നുണ്ട്. പിന്നീട് അയാൾ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഹീറോയിൻ അവനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അവൾ മദ്യമൊക്കെ നിലത്തേക്ക് ഒഴുക്കുകയും മദ്യം ഒരുപാട് കുടിച്ചിട്ടുള്ളതുപോലെ ബോട്ടിലെടുത്തിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അവൻ വന്നപാടെ തന്നെ അവളടുത്ത് ചോദിക്കുന്നുണ്ട്. അതൊന്നും ഇല്ലാന്ന് ഹീറോയിൻ പറയുമ്പോൾ തന്റെ മകൻ എവിടെയെന്ന് അയാൾ അന്വേഷിക്കുന്നുണ്ട്. യാങ് തന്റെ അച്ഛനമ്മമാരുടെ കൂടാണെന്ന് അവൾ മറുപടിയും പറയുന്നു. ഇതിനപ്പുറം നിന്നോടൊപ്പം ഇവിടെ താമസിക്കാൻ സാധിക്കില്ലെന്നും ഞാൻ ഇവിടെ വിട്ട് താമസം മാറുകയാണെന്നും പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് പോകരുത്, തന്നെ ഡിവോഴ്സ് ചെയ്തെന്നൊക്കെ പറഞ്ഞ് അയാളുടെ കയ്യിൽ പിടിച്ച് ഹീറോയിൻ കെഞ്ചുന്നുണ്ട്. സോറി, ഇതിനപ്പുറം അവളോടൊപ്പം ജീവിക്കാൻ സാധിക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ അയാളുടെ സാധനങ്ങളും പാക്ക് ചെയ്ത് അവിടം വിട്ടിറങ്ങുന്നു. അയാൾ അവിടം വിട്ട് പോയപ്പോൾ മാത്രമാണ് ഹീറോയിൻ ഒന്ന് ആശ്വാസമായത്. ഇനി അഭിനയിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് തന്റെ പ്ലാനൊക്കെ വിജയിച്ചല്ലോ എന്നോർത്ത് ഹീറോയിൻ വല്ലാതെ ഹാപ്പി ആവുന്നുണ്ട്. അതേസമയം അയാളാവട്ടെ ആ സ്ത്രീയുടെ വീട്ടിലെത്തിയിരുന്നു. ഇനി മുതൽ ഇവിടെയാണ് കഴിയാൻ പോകുന്നതെന്നും അയാൾ അവളോട് പറയുന്നുണ്ട്. അയാൾക്ക് വേണ്ടി ഒരുപാട് ഫുഡൊക്കെ അവൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവർ വളരെ ഹാപ്പിയായിരുന്നു. അയാൾക്ക് വേണ്ടിയിട്ട് അവർ സ്ലിപ്പേഴ്സ് ഒക്കെ എടുത്തു നൽകുന്നുണ്ട്. അതുമാത്രമല്ല നാളെ ഡിവോഴ്സ് ആവുമെന്നും അതിനുശേഷം അവരിരുവരും ഒഫീഷ്യൽ ആയിട്ടുള്ള കപ്പിൾസ് ആവുമെന്നും വീണ്ടും വിവാഹം രജിസ്റ്റർ ചെയ്യുമെന്നൊക്കെ അയാൾ ആ സ്ത്രീയോട് പറയുന്നുണ്ട്. ഉടനടി തന്നെ ആ സ്ത്രീ പറയുന്നുണ്ട് മോള് നമ്മൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, വാ ഫുഡ് കഴിക്കെന്ന് പറഞ്ഞ് ക്ലോസ് ആവുന്നത് അവര് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരൊരു ഫാമിലിയായി തന്നെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഹീറോയിന്റെ മകനാവട്ടെ ഈ സമയം ഹീറോയോടൊപ്പം ആയിരുന്നു. വിളിച്ചോണ്ട് പോകാനായി ഹീറോയിൻ ചെല്ലുന്നുണ്ടെങ്കിലും അവൻ ചെല്ലാനായി കൂട്ടാക്കുന്നില്ലായിരുന്നു. അങ്കിൾ എന്നോടൊപ്പം ഇരുന്ന് കളിക്കുകയാണെന്നും നല്ല രസമുണ്ടെന്നും ഒക്കെ ആ കൊച്ചുകുട്ടി പറയുമ്പോൾ നിന്നോടൊപ്പമുള്ള ഓരോ നിമിഷവും വളരെ സന്തോഷകരമാണെന്ന് ഹീറോയും പറയുന്നു. എവിഡൻസ് എല്ലാം പെർഫെക്റ്റ് തന്നെയാണ്, നാളെ കോർട്ടിലേക്ക് പോകേണ്ടതല്ലേ എന്ന് ഹീറോയിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. പിറ്റേ ദിവസം അങ്ങനെ കോർട്ടിൽ അവരുടെ കേസ് എത്തുന്നുണ്ട്. റുജിങ്ങിന്റെ വക്കീലാവട്ടെ ഹീറോയിന് മകന്റെ കസ്റ്റഡി കൊടുക്കാൻ സാധിക്കില്ലെന്നും അവളുടെ പക്കല് പണമില്ല, ജോലിയില്ല എന്നൊക്കെ ചാടിക്കേറി പറയുന്നുണ്ട്. ഇങ്ങനെയൊന്നും അവളെ കുറിച്ച് പറയില്ലെന്ന് പറഞ്ഞ് റുജിങ് അയാളെ തടയുന്നുണ്ട്. എന്നാൽ ആ ലോയർ അടങ്ങിയിരുന്നതേയില്ല. ഈ പെൺകുട്ടി 10 വർഷമായി വീട്ടിലിരിക്കുകയാണ്, ഇവളെ കൊണ്ട് എങ്ങനെ ഒരു മകനെ നോക്കാൻ സാധിക്കുമെന്നും അവന് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കുമെന്നൊക്കെ അയാൾ ചോദിക്കുമ്പോൾ അവിടെ ചുറ്റുമുള്ളവരൊക്കെ അതൊക്കെ ശരിയാണ്, അവളുടെ കയ്യിൽ യാതൊന്നുമില്ല, എങ്ങനെ ആ കുട്ടിയെ നോക്കാൻ സാധിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ഉടനടി തന്നെ ഹീറോയിന്റെ ലോയർ പറയുന്നുണ്ട് എന്തടിസ്ഥാനത്തിലാണ് തന്റെ ക്ലയന്റിന് മകനെ നോക്കാൻ സാധിക്കില്ലെന്ന് പറയുന്നത്. എന്റെ ക്ലയന്റ് ആദ്യം ഒരു സെയിൽസ് ഗേൾ ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോൾ പ്രൊമോഷനൊക്കെ ലഭിച്ച് വലിയൊരു പൊസിഷനിലാണെന്നൊക്കെ അയാൾ വെളിപ്പെടുത്തുന്നു. ഇതൊക്കെ കേട്ട് അവളുടെ ഹസ്ബൻഡ് വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. ഇതിനെപ്പറ്റിയൊന്നും താൻ അറിഞ്ഞില്ലല്ലോ എന്ന മട്ടിൽ തന്നെ ഹീറോയിനെ നോക്കുന്നു. ഇപ്പോൾ ഹീറോയിനെ ഡിവോഴ്സ് ചെയ്യാൻ അയാൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് തന്നെ അയാൾക്ക് അഫെയർ ഉള്ളത് കൊണ്ടാണെന്നും സാങ് വാദിക്കുന്നുണ്ട്. അതിനുള്ള എവിഡൻസ് എല്ലാം തങ്ങളുടെ പക്കലുണ്ടെന്ന് പറഞ്ഞ് അതൊക്കെ കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഉടനടി തന്നെ അവിടെയുള്ള ആളുകളൊക്കെ പറയുന്നുണ്ട് ഇവൻ എത്ര വൃത്തികെട്ടവനാന്ന് നോക്കിക്കേ, 10 വർഷമായിട്ട് ആ പെൺകുട്ടിയോടൊപ്പം ജീവിച്ചിട്ട് ഇപ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി അവളെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു, എന്നിട്ട് കുട്ടിയുടെ കസ്റ്റഡിയും കൂടി വേണം പോലും. ഇപ്പോഴാണ് റുജിങ്ങിനും മനസ്സിലാവുന്നത് താൻ പറയുന്നതിന് മുമ്പ് തന്നെ തന്റെ അഫെയറിനെ കുറിച്ച് അവൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. സാങ് പറയുന്നുണ്ട് എന്റെ ക്ലയന്റ് വളരെ സ്ട്രോങ് ആണ്, അവൾ എത്രത്തോളം സ്ട്രോങ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണെന്ന് പറഞ്ഞ് അവളോട് സംസാരിക്കാനായി ആവശ്യപ്പെടുന്നുണ്ട്. അതെ, ഞാൻ വളരെ സ്ട്രോങ്ങുമാണ്, എന്റെ മകനെ നോക്കാൻ ഞാൻ കേപ്പബിളും ആണ്. തന്റെ മകനെ ആർക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടി തന്റെ മകനെ നൽകാൻ സാധിക്കില്ല എന്ന് തന്നെ ഹീറോയിൻ വ്യക്തമാക്കുന്നു. അവളുടെ ഭർത്താവ് ഇതൊക്കെ കേട്ട് വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. അവിടെയുള്ളവരൊക്കെ പറയുന്നുണ്ട് ആ പെൺകുട്ടി വളരെ നല്ലവളാണ്, അവളെ വെറുതെ തെറ്റിദ്ധരിച്ചു എന്നൊക്കെ. അങ്ങനെ ഹീറോയിന് ഡിവോഴ്സ് ലഭിക്കുന്നുണ്ട്, മകന്റെ കസ്റ്റഡിയും ഹീറോയിന് ലഭിക്കുന്നു. റുജിങ്ങി വളരെ ഞെട്ടലോടെ തന്നെയാണ് ആ കോർട്ട് വിട്ട് വെളിയിലേക്ക് പോയത്. അയാളുടെ മുഖഭാവം കണ്ടുടഞ്ഞ് തന്നെ ആ സ്ത്രീ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന്. ഡിവോഴ്സ് ലഭിച്ചു, പക്ഷെ മകന്റെ കസ്റ്റഡി ലഭിച്ചില്ല എന്ന് അയാൾ പറയുന്നുണ്ട്. ഇതെന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ച് കുഴപ്പമില്ല, നിങ്ങൾ സമാധാനപ്പെടുമെന്ന് പറയുമ്പോൾ തന്നെ അതുമാത്രമല്ല അവരിവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നേരത്തെ തന്നെ അവൾക്ക് അറിയാമായിരുന്നെന്നും 6 മാസങ്ങളെ അവൾ നമ്മളെ കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമായിരുന്നെന്നും അയാൾ വെളിപ്പെടുത്തുന്നുണ്ട്. ഇത് കേട്ട് ആ സ്ത്രീയും വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. പിന്നീട് അവരിരുവരും അവിടെ നിന്ന് പോകുമ്പോൾ ഹീറോയിൻ പിന്നാലെ ഇറങ്ങി വരുന്നുണ്ട്. ഹീറോ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഹീറോ ആണെങ്കിൽ കീ കാണിച്ചിട്ട് അവളോട് ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിരിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഞാനെന്തിനാ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിരിക്കുന്നത്, തന്നെ കൊണ്ട് പറ്റില്ല എന്ന് അവള് പറയുന്നുണ്ടെങ്കിലും ഇത് നിനക്കുള്ള എൻ്റെ ഒരു ഗിഫ്റ്റാണ്, യാങ് കൂടെയുള്ളതല്ലേ, എപ്പോഴാ എമർജൻസി വരുന്നതെന്ന് അറിയില്ലല്ലോ, എന്തായാലും സ്വന്തമായ ഒരു വാഹനമുള്ളത് നല്ലതാണെന്ന് ഹീറോ പറയുമ്പോൾ തന്നെ ഹീറോയിന് അവളുടെ അച്ഛനും അമ്മയും വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരാൻ അവരവളോട് ആവശ്യപ്പെടുന്നുണ്ട്. അമ്മയും അച്ഛനെയും വിളിക്കുന്നുണ്ട്. താൻ വീട്ടിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞ് ഹീറോയിൻ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകുന്നുണ്ട്.
തീർച്ചയായും ഡിവോഴ്സിനെ പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ അവരവളെ വഴക്ക് പറയുമെന്നാണ് അവൾ വിചാരിച്ചിരുന്നത്. പക്ഷേ അവരവളെ സമാധാനപ്പെടുത്തിയെന്നും അവളുടെ ജീവിതത്തിലെ നല്ല ഡിസിഷൻ തന്നെയാണ് അവൾ എടുത്തതെന്നും പറയുന്നു. വഞ്ചിച്ച ഒരാളോടൊപ്പം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനത് എന്തുകൊണ്ടും നന്നായി എന്ന് അവളുടെ അച്ഛൻ അവളോട് പറയുന്നുണ്ട്. അവളുടെ അമ്മയാവട്ടെ, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നമ്മുടെ കുഞ്ഞിനെയും നിന്നെയും നല്ല രീതിയിൽ ഞങ്ങൾക്ക് നോക്കാൻ സാധിക്കും, ഇനിയും സന്തോഷകരമായൊരു ജീവിതം അവൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ് അവളെ സമാധാനപ്പെടുത്തുന്നുണ്ട്. ഹീറോയിൻ ആണെങ്കിൽ അവരുടെ അടുത്ത് ചേർന്നിരുന്ന് കരയുന്നുണ്ട്. എത്രയൊക്കെ വിഷമമുണ്ടെങ്കിലും നമ്മുടെ അച്ഛനമ്മമാരുടെ അടുത്ത് വരുമ്പോൾ അതൊക്കെ കടിച്ചു പിടിച്ചിരിക്കാൻ നമ്മൾക്ക് എന്തായാലും സാധിക്കില്ല. അങ്ങനെ ഉള്ളിലെ വിഷമം അടക്കി പിടിക്കാൻ സാധിക്കാതെ തന്നെ ഹീറോയിൻ കരയുന്നു. പിന്നീട് ഹീറോയിൻ അവിടെ വിട്ട് ഹീറോയ്ക്ക് ട്രീറ്റ് കൊടുക്കാനായി പോകുന്നുണ്ട്. ഹീറോയ്ക്ക് മാത്രമല്ല ലോയർ സാങ്ങിനും ഡിവോഴ്സ് ആയതിന്റെ ട്രീറ്റ്. ഹീറോയെ കണ്ടപ്പോൾ തന്നെ ലോയർ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അവൻ ഒരുപാട് ബിസിയാണെന്ന് ഹീറോ മറുപടിയും പറയുന്നു. ഇതേസമയം സാങ് ആവട്ടെ, ഞാൻ നിങ്ങൾക്കിടയിലേക്ക് വരുമെന്ന് കരുതിയിട്ടല്ലേ നീ എനിക്ക് ഇത്രയും ജോലി വെച്ചിട്ട് പോയേ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുവിട്ടവനെ ചീത്ത പറയുന്നുണ്ട്. എങ്കിൽ കുഴപ്പമില്ല, നമുക്ക് രണ്ടുപേർക്കും ഫുഡ് കഴിക്കാന്ന് പറഞ്ഞ് ഹീറോയെ അവൾ ക്ഷണിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഹാപ്പിയായി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, ഇപ്പോഴായി എനിക്കൊന്ന് സമാധാനമായത്, മൈൻഡ് എത്ര റിലാക്സ് ആയിരിക്കുന്നു. എനിക്കൊരു കാര്യം പറയണമായിരുന്നു. ഞാൻ പുതിയൊരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ടെമ്പററി ആണ്, പക്ഷേ ഞാൻ പഠിച്ച ഫീൽഡിൽ തന്നെ ഉള്ളതാണ്. ഈ ഒരു ജോലി കിട്ടുമെന്നുണ്ടെങ്കിൽ എൻ്റെ മകനെയും നല്ല രീതിക്ക് എനിക്ക് നോക്കാൻ സാധിക്കുമെന്ന് അവൾ ആത്മവിശ്വാസത്തോടെ പറയുന്നു. എനിക്ക് നിന്നെ നല്ലപോലെ അറിയാമല്ലോ, തീർച്ചയായും നിനക്ക് ഈ ജോലി ലഭിക്കും. സ്കൂൾ ടൈമിൽ നീ ഒരുപാട് മെഡൽസും ട്രോഫികളും ഒക്കെ വാങ്ങിച്ചിട്ടുള്ളതല്ലേ. സ്കൂൾ ടൈമിലും കോളേജ് ടൈമിലും ഹീറോയിൻ ഒരുപാട് മെഡൽസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു പഠിപ്പിസ്റ്റായിരുന്നു ഹീറോയിൻ. 10 വർഷം ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്നത് മാത്രമാണ് ഇപ്പോൾ അവളുടെ പ്രശ്നമെന്ന് പറയുന്നത്. അങ്ങനെ പിറ്റേ ദിവസം ഹീറോയിൻ ഇന്റർവ്യൂവിന് പോകുന്നുണ്ട്. ഹീറോയിന്റെ അടുത്ത് അവർ ചോദിക്കുന്നുണ്ട്, 10 വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് ഇത്രയും ഗ്യാപ്പ് വന്നത് എന്തുകൊണ്ടാണെന്ന്. എന്റെ മകന് വേണ്ടിയിട്ടാണ്, മകനെ നോക്കാൻ വേണ്ടിയിട്ടാണ് 10 വർഷമായി വീട്ടിലിരുന്നതെന്ന് ഹീറോയിൻ പറയുമ്പോൾ തന്നെ അവർ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുമോ എന്ന്. അതെന്താ സാർ അങ്ങനെ ചോദിച്ചത്? ഒരു പുരുഷൻ ജോലിക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമോ? എനിക്കൊരു കുട്ടിയുണ്ട്, റെസ്പോൺസിബിൾ ആയിട്ട് ജോലി നോക്കാൻ സാധിക്കുമോ എന്നൊക്കെ. ലേഡീസിനോട് മാത്രം നിങ്ങളിങ്ങനെ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്നെ കൊണ്ട് എന്തായാലും ഈ ജോലി ചെയ്യാൻ സാധിക്കും. കാരണം 3 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, എനിക്ക് എക്സ്പീരിയൻസും ഉണ്ടെന്ന് ഹീറോയിൻ പറയുന്നുണ്ട്. അങ്ങനെ ഹീറോയിന് ആ ജോലി ലഭിക്കുന്നു. ജോലി ലഭിച്ചത് വേറെ എവിടെയല്ല, നമ്മുടെ ഹീറോ പ്രസിഡന്റ് ആയിരിക്കുന്ന കമ്പനിയിൽ തന്നെയാണ്. അതായത് അവളുടെ ഹസ്ബൻഡും അയാളുടെ ലവറും പിന്നെ നമ്മുടെ ഹീറോയും ഉള്ളിടത്ത് തന്നെയാണ് ഹീറോയിന്റെ പോസ്റ്റിംഗ്. റൂജിങ്ങിനോട് തന്റെ ഓഫീസിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടിട്ട് തന്നെ ഹീറോ അവന്റെ ഓഫീസിലേക്ക് കയറി പോകുന്നുണ്ട്. മനഃപൂർവ്വം തന്നെ ഹീറോയിനുമായി ഒരു വഴക്കിന് പെൺകുട്ടി ചെല്ലുന്നുണ്ട്. നിങ്ങൾ ഇവിടേക്ക് വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. റൂജിങ്ങിനെ കാണാതിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് അവള് ചോദിക്കുമ്പോൾ, ഞാൻ ഇവിടെ വന്നതിന് നിനക്ക് എന്താണ് പ്രശ്നം? ഇവിടെ ഒഫീഷ്യലായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഒഫീഷ്യലായി എന്നോട് സംസാരിക്കണം, അല്ലാതെ പേഴ്സണലായി എന്നോട് സംസാരിക്കാൻ വരാമെന്ന് ഹീറോയിൻ പറയുമ്പോൾ തന്നെ മറ്റൊരു പെൺകുട്ടി എഴുന്നേറ്റ് ചോദിക്കുന്നുണ്ട്, എന്തിനാ അവളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കും? അവൾ നിങ്ങളോട് കാഷ്വലായി തന്നെയല്ലേ കാര്യങ്ങൾ ചോദിച്ചത്? അതിന് ഹീറോയിൻ, നീ ഇവൾക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണോ? ഞാനിവിടെ വർക്കിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്, അതിന്റെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ സംസാരിച്ചാൽ മതിയെന്ന് പറഞ്ഞ് ഹീറോയിൻ അവളുടെ ക്യാബിനിലേക്ക് പോകുന്നു. ഓഫീസിലുള്ള കൊളീഗ്സ് ആവട്ടെ ഇവിടെ എന്തായാലും വഴക്ക് കിടക്കാൻ പോവുകയാണ്. ഒരു പക്ഷത്ത് എക്സ് വൈഫ്, മറ്റൊരു പക്ഷത്ത് എക്സ് ലവർ എന്നൊക്കെ അവർ ഗോസിപ്പ് പറയുന്നു. റുജിങ്ങി ഹീറോയെ കാണാൻ ചെന്നപ്പോൾ തന്നെ ഹീറോ പറയുന്നുണ്ട്, യാങ്ഷി ഇവിടെ ഒരു ഹയർ പൊസിഷനിലേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സണൽ മാറ്റേഴ്സ് ഒന്നും ഓഫീസിലേക്ക് വലിച്ചഴിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. യാങ്ഷിയോട് നിങ്ങളുടെ പേഴ്സണൽ കാര്യം പറഞ്ഞ് ഒരിക്കലും ഇൻവോൾവ് ആവാൻ ശ്രമിക്കരുത്. വർക്കിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞു, പേഴ്സണൽ മാറ്റർ വേറെ, ഒഫീഷ്യൽ മാറ്റർ വേറെ. മനസ്സിലായോ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ, എല്ലാം മനസ്സിലായി സാർ, ഞാൻ ഒരിക്കലും ആരെയും ഹെർട്ട് ചെയ്ത് സംസാരിക്കില്ല, ഓഫീസിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിലും അവന്റെ ഉള്ളില് ഹീറോ എന്തിനാണ് യാങ്ഷിയോട് ഇത്ര കരുതൽ കാണിക്കുന്നതെന്നുള്ള സംശയം തോന്നുന്നു. അവനെ കാണാൻ വേണ്ടിട്ട് ആശ്രയ വരുന്നുണ്ട്. എന്താ കാര്യം, എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ, ആ വന്നിരിക്കുന്നത് ആരാണെന്നറിയാലോ, നിന്റെ എക്സ് വൈഫ് എന്നോട് കുറച്ച് റൂഡായി പെരുമാറി. യാങ്ഷി ഇതുവരെ തന്നോട് ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല, കുഴപ്പമില്ല, തനിക്കിതൊക്കെ ശീലമായി എന്ന് അവൾ പറയുമ്പോൾ തന്നെ അവൻ സൈലന്റ് ആയി നിൽക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഹീറോ പറഞ്ഞിരുന്നല്ലോ, ഓഫീസിലെ കാര്യം വേറെ പേഴ്സണൽ കാര്യം വേറെ എന്ന്. അതുകൊണ്ട് തന്നെ അവൻ പറയുന്നുണ്ട്, ആവശ്യമില്ലാതെ യാങ്ഷി ശല്യം ചെയ്യരുത്, അതുപോലെ തൻ്റെ അടുത്ത് നിന്നും അകലം പാലിക്കണം, ഓഫീസിൽ എന്തെങ്കിലും മാറ്റർ ഉണ്ടെങ്കിൽ മാത്രം വന്ന് പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. ഉടനടി തന്നെ ടീച്ചർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അവൾ വന്ന ഉടനെ തന്നെ തൻ്റെ അടുത്ത് നിന്ന് അവൻ ഡിസ്റ്റൻസ് പാലിക്കാൻ തുടങ്ങിയല്ലോ, തീർച്ചയായും അവളുടെ അടുത്ത് അവന് ഫീലിങ്സ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നൊക്കെ. പിന്നീട് വെഡിങ് ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞ് എല്ലാ കൊളീഗ്സിനും ആ ടീച്ചർ കൊടുക്കുന്നുണ്ട്. ഹീറോയിൻ ഇതേ സമയം അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിലും അവളുടെ പിന്നാലെ തന്നെ പിന്തുടർന്ന് ചെന്നിട്ട്, ഞങ്ങൾ ഇരുവരുടെയും മാരേജ് ആണ്, അതുമാത്രമല്ല ഹസ്ബൻഡ് മകനെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അന്നേ ദിവസം നിങ്ങൾ മകനെയും കൂട്ടി വരണമെന്നും മാരേജിൽ പങ്കെടുക്കണമെന്നും തന്റെ ഒരു ഫ്രണ്ടായി തന്നെ പഴയതുപോലെ തന്നോടൊപ്പം കാണണമെന്നും ആ സ്ത്രീ പറയുന്നുണ്ട്. ഇൻവിറ്റേഷൻ ഒന്ന് നോക്കിയിട്ട് നിങ്ങളുടെ മാരേജോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ഹീറോയിൻ നിൽക്കുമ്പോൾ അവളുടെ എക്സ് ഹസ്ബൻഡ് അവിടേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ വൈഫിനോട് ആളെന്തരം കണ്ട് നോക്കി സംസാരിക്കണമെന്ന് പറഞ്ഞ് അവൾ ആ ഇൻവിറ്റേഷൻ അയാളുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. ഇതേ സമയം തന്നെ ഹീറോ അവിടേക്ക് വന്നിട്ട്, യാങ്ഷി ഒന്ന് കാറിലേക്ക് കയറുന്നു പറഞ്ഞ് അവളെ വിളിക്കുന്നുണ്ട്. ഹീറോയിൻ വേഗം തന്നെ ഹീറോയുടെ കാറിലേക്ക് ചെന്ന് കയറുന്നുണ്ട്. ഹീറോ എന്തിനാണ് അവളെ പിക്ക് ചെയ്യുന്നതെന്ന മട്ടിൽ തന്നെ അയാൾ ഷോക്കായി അവരെ നോക്കുന്നു. അപ്പോൾ ഞാൻ ഇൻവിറ്റേഷൻ കൊടുത്തതാണ്
നിനക്കെന്താണോ പ്രശ്നം? ആവശ്യമില്ലാതെ നീ എനിക്ക് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുകയാണ്. ഇതിനപ്പുറം അവളുമായി യാതൊരു കാര്യത്തിലും ഇൻവോൾവ് ആവരുത്, അവളെ ഹർട്ട് ചെയ്യുകയും ചെയ്യരുത്. പിന്നീട് ശ്രീയും അവനോട് യാതൊന്നും പറഞ്ഞില്ല. ഹീറോയിനും കാറിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ ഹീറോയിൻ വല്ലാതെ ഫീൽ ചെയ്തിരിക്കുകയായിരുന്നു. എന്തു പറ്റി വിഷമിച്ചിരിക്കുന്നതിന് ഹീറോ ചോദിക്കുന്നുണ്ടെങ്കിലും തനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവളെ കാഷ്വലി അവനോട് സംസാരിക്കുന്നുണ്ട്. പിറ്റേ ദിവസം ഒരു പ്രോജക്റ്റിന്റെ വിവരങ്ങളടങ്ങിയ പേപ്പേഴ്സ് ആവട്ടെ അവളുടെ എക്സ് ഹസ്ബൻഡ് എല്ലാവർക്കും വിതരണം ചെയ്യുന്നുണ്ട്. ഹീറോയിന്റെ അടുത്തും പറയുന്നുണ്ട്, നീ ഇപ്പോഴല്ലേ ഈ ടീമിൽ ജോയിൻ ചെയ്തത്, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തന്നോട് ചോദിച്ചാൽ മതിയെന്ന്. ഹീറോയിനും അതിനെ എതിർപ്പൊന്നും പ്രകടിപ്പിക്കാതെ തന്നെ ചിരിച്ചുകൊണ്ട് തലയാട്ടുന്നു. ഇതൊക്കെ കണ്ടിട്ട് ടീച്ചർക്കാവട്ടെ വല്ലാതെ ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. പിന്നീട് അവർക്ക് ഓഫീസിൽ നിന്ന് ഹെഡ് ഓഫീസിലേക്ക് പ്രോജക്റ്റിന്റെ ആവശ്യങ്ങൾക്കായി പോകണമായിരുന്നു. എല്ലാവരും കാറിൽ കയറിയപ്പോൾ തന്നെ ഫില്ലായി. ഹീറോയിന് കയറാൻ സ്ഥലമില്ല. അപ്പോൾ ആ ടീച്ചർ ആവട്ടെ ഞങ്ങൾ പോയിട്ട് കാർ തിരിച്ചയക്കാമെന്ന് പറഞ്ഞ് ഹെഡ് ഓഫീസിലേക്ക് എത്തുന്നുണ്ട്. എന്നാൽ അവിടെ എത്തിയപ്പോഴേക്കും ടീച്ചർ ആവട്ടെ ഡ്രൈവറോട് പറയുന്നുണ്ട്, അവര് മറ്റൊരു ടാക്സിയിൽ വന്നോളും, നിങ്ങൾ പൊക്കോളാൻ. ഇന്ന് രാത്രി മുഴുവൻ നീ അവിടെ തന്നെ നിൽക്കും, നിന്റെ ഫസ്റ്റ് പ്രോജക്റ്റ് തന്നെ ഫെയിലിയർ ആവട്ടെ എന്ന് ആ സ്ത്രീ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. 2 മണിക്കൂറായി അവള് വെയിറ്റ് ചെയ്യാണ്. വാഹനം വന്നതുമില്ല, ആരെയും വിളിച്ചിട്ടും കോൾ അറ്റൻഡ് ചെയ്യുന്നതുമില്ല. ഉടനടി തന്നെ അവള് ഹീറോയെ വിളിക്കുന്നുണ്ട്. എന്റെ ഫോൺ അപ്പോൾ ചാർജ് തീർന്ന് ഓഫാവും, ഹെഡ് ഓഫീസിലേക്ക് പോകണമായിരുന്നു. എല്ലാവരും പോയി, ഞാൻ മാത്രം ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, എന്നെ പിക്ക് ചെയ്യാൻ ആരും വന്നില്ല എന്ന് ഹീറോയിൻ പറയുമ്പോൾ ടൈം എന്തായി എന്ന് ഹീറോ നോക്കുമ്പോൾ വളരെയധികം ഷോക്കായി തന്നെ അവിടെ വിട്ടിറങ്ങുന്നുണ്ട്. ഹെഡ് ഓഫീസിലേക്ക് പോയിരിക്കുന്നവരെയൊക്കെ തിരിച്ചു വിളിപ്പിക്കാനായും അതുപോലെ തന്നെ ആ പ്രോജക്റ്റിന്റെ ഹെഡ് ആരാണെന്നും ഹീറോ അസിസ്റ്റന്റിനോട് അന്വേഷിക്കുന്നുണ്ട്. ഹീറോയിന്റെ എക്സ് ഹസ്ബൻഡ് ആയിരുന്നു ആ പ്രോജക്റ്റിന്റെ ഹെഡ്. വളരെയധികം ദേഷ്യത്തോടെ തന്നെ അയാളോട് ഹീറോ ചോദിക്കുന്നുണ്ട്, നിന്നോട് ഞാൻ ഇതിനു മുമ്പ് തന്നെ പറഞ്ഞല്ലേ പേഴ്സണൽ കാര്യവും ഓഫീസിലെ കാര്യങ്ങളും വേർതിരിച്ച് കാണണമെന്ന്, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ വെറുതെ വിടില്ല എന്ന് പറയുമ്പോൾ യാങ്ഷിക്ക് എന്താ സംഭവിച്ചു എന്ന് ചോദിച്ച ഹീറോയോടൊപ്പം അവനും കാറിൽ കയറുന്നുണ്ട്. യാങ്ഷിയെ തുടരെ വിളിക്കുന്നുണ്ടെങ്കിലും അവള് കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. അസിസ്റ്റന്റിനോട് എന്താണ് നടന്നതെന്നുള്ള സത്യം കണ്ടെത്താനായും ഹീറോ ഇതേ സമയം ഫോണിലൂടെ വിളിച്ചു പറയുന്നുണ്ട്. ഹീറോയിനാവട്ടെ വഴിയിൽ തന്നെ നിൽക്കുകയായിരുന്നു. ഹീറോയിൻ ഇതേ സമയം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്റെ ജീവിതവും നശിപ്പിച്ചു, ഇപ്പോൾ എന്റെ ജോലിയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, തീർച്ചയായും ഇതൊക്കെ നിനക്ക് തന്നെ ഓപ്പോസിറ്റായി വരുമെന്ന് തന്നെ ഹീറോയിൻ ആ ടീച്ചറെ കുറിച്ച് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഹീറോയിനെ കണ്ടയുടനെ തന്നെ ഹീറോ കാർ സ്റ്റോപ്പ് ചെയ്യുകയും ഓടി വന്ന് അവൾക്ക് കോട്ട് ധരിപ്പിക്കുകയും ചെയ്യുന്നു. ഈ കാഴ്ചയൊക്കെ കണ്ട് അവളുടെ എക്സ് ഹസ്ബൻഡ് വല്ലാതെ ഷോക്കാവുന്നു. അതേ തുടർന്ന് തന്നെ ഹെഡ് ഓഫീസിലേക്ക് പോയവരൊക്കെ അവിടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. തന്റെ കള്ളം പിടിക്കപ്പെടുമെന്ന് കരുതി ടീച്ചർ അവിടെ ഉടനടി പറയുന്നുണ്ട്, യാങ്ഷിയെ പിക്ക് ചെയ്യണമെന്ന് ഞാൻ ഡ്രൈവറോട് പറഞ്ഞാണ്, അയാൾ മറന്നുപോയാണെന്ന് അവൾ പറയുമ്പോൾ ഞാൻ ഡ്രൈവറോട് സംസാരിച്ചതാണ്, നീയാണ് അയാളോട് പോകാൻ പറഞ്ഞതെന്ന് ഞാൻ അറിഞ്ഞു എന്ന് പറയുമ്പോൾ രുചിങ്ങി ആവട്ടെ വളരെയധികം ദേഷ്യത്തോടെ തന്നെ എന്താ നീ ചെയ്തതെന്നും മട്ടിൽ തന്നെ അവരെ നോക്കുന്നുണ്ട്. അങ്ങനെ ഹീറോ പറയുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് ഇരുവർക്കുമുള്ള അവസാന വാണിംഗാണ്, ഇവളെ പേഴ്സണലായി ഇനിയും ബുള്ളി ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇരുവരെയും വെറുതെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹീറോയിനെയും കൂട്ടി ഹീറോ അവിടെ നിന്ന് പോകുന്നു. നിനക്ക് തീരെ അറിവില്ലേ എന്ന് ചോദിച്ച് ആ ടീച്ചറെ രുചിങ്ങി വഴക്കു പറയുന്നുണ്ട്. അവരാണെങ്കിൽ അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്നു. ഹീറോയിൻ വല്ലാതെ വിഷമിച്ചാണ് കാറിലിരിക്കുന്നത്. അവൾ അവനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ കാരണം ഒരുപാട് ബുദ്ധിമുട്ടിയല്ലേ എന്ന്. അതിലെനിക്ക് യാതൊരു പ്രശ്നവുമില്ല, നിന്റെ ഫോണിലെ ബാറ്ററി ഡെഡ് ആവുമെന്ന് തോന്നിയപ്പോൾ നിനക്ക് വിളിക്കാനായി തോന്നിയ ആദ്യത്തെ ഓപ്ഷൻ ഞാൻ തന്നെയല്ലേ, അതിൽ ഞാൻ വളരെ ഹാപ്പിയാണെന്ന് കേട്ടപ്പോൾ തന്നെ ഹീറോയിന് എന്തോ ഒരു തരം ഫീലിംഗ് തോന്നുന്നുണ്ട്. വീട്ടിലെത്തിയപ്പോൾ തന്നെ രുചിങ്ങി ആവട്ടെ ആ സ്ത്രീയോട് ഒരുപാട് കയർത്ത് സംസാരിക്കുന്നുണ്ട്. നിനക്കെന്താ തീരെ വിവരമില്ലേ, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ അവൻ ദേഷ്യത്തോടെ അവരോട് ചോദിക്കുന്നുണ്ട്. എനിക്കറിയാം ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഒരു ഓഫീസിലാണ് ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല, ആ പൊസീവില് ചെയ്തു പോയെന്ന് പറഞ്ഞ് അവൾ അവനെ ഹഗ് ചെയ്യുന്നു. പക്ഷെ രുചിങ്ങി ആവട്ടെ വല്ലാത്ത ടെൻഷനിലായിരുന്നു. ഹീറോയിനും ഇതിനോടകം തന്നെ വീട്ടിലെത്തിയിരുന്നു. ഞാൻ ഫ്രഷായി വരാമെന്ന് ഹീറോയിൻ പറഞ്ഞിട്ട് അകത്തേക്ക് പോകുമ്പോൾ തന്നെ ഹീറോ അവൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് തയ്യാറാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ അവൻ സോഫയിൽ കിടന്നുറങ്ങി പോവുകയും ചെയ്യുന്നു. ഓഫീസിൽ എത്ര സ്ട്രിക്റ്റ് ആയി പെരുമാറുന്നെങ്കിലും വീട്ടിൽ അവൻ എത്ര പാവമാണെന്ന് ആലോചിച്ചുകൊണ്ട് തന്നെ ഹീറോയിൻ അവന് ബെഡ്ഷീറ്റൊക്കെ പുതപ്പിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ പിറ്റേ ദിവസം അവന്റെ ബർത്ത്ഡേ ആണെന്ന് നോട്ട് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഓഫീസിൽ പോയിട്ട് പിറ്റേ ദിവസം ഹീറോ എത്തുമ്പോൾ അവന് വേണ്ടി അവരിരുവരും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ഒരു സർപ്രൈസ് തന്നെ ഒരുക്കുന്നുണ്ട്. കേക്കൊക്കെ ഹീറോയിൻ സ്വന്തം കയ്യാൽ തന്നെ റെഡിയാക്കി വെച്ചിരുന്നു. അത് കണ്ടപ്പോൾ ഹീറോ ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ട്. ശരിക്കും സമ്പന്നമായ ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു ഹീറോ എങ്കിലും അവന്റെ ഒരു ബർത്ത്ഡേ പോലും സെലിബ്രേറ്റ് ചെയ്യാൻ അവന്റെ അമ്മ എത്തിയിരുന്നില്ല. എപ്പോഴും ബിസിനസ് സംബന്ധമായ തിരക്കുകളും ട്രിപ്പുകളും ആയിരിക്കും. അതുമൂലം തന്നെ അവന്റെ ബർത്ത്ഡേ ദിവസം അവരൊരു കേക്ക് മാത്രം അയച്ചു കൊടുക്കും. ചെറുപ്പകാലത്തെ കുടുംബത്തിന്റെ സ്നേഹമോ ഊഷ്മളതയോ അവൻ അനുഭവിച്ചിരുന്നില്ല. ഇപ്പോൾ അവന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ഒരു കുടുംബം എന്നോണം ഹീറോയിനുണ്ട്, അവളുടെ മകനുമുണ്ട് എന്നോർത്തപ്പോൾ അവന്റെ കണ്ണ് നിറയാതിരുന്നില്ല. അവന് വല്ലാതെ വിഷമമാവുന്നുണ്ട്. അന്ന് കിട്ടാതെ പോയ സ്നേഹവും പരിഗണനയും ഇപ്പോൾ കിട്ടുന്നല്ലോ എന്നോർത്തപ്പോൾ അതിയായ സന്തോഷവും. അങ്ങനെ ഹീറോ കേക്ക് കട്ട് ചെയ്ത് കഴിക്കുന്നുണ്ട്. പിറ്റേ ദിവസം ഏത് വിധേനയും ഹീറോയിനെയും കമ്പനിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് കരുതിക്കൊണ്ട് തന്നെ ഹെഡ് ഓഫീസിലേക്ക് അവരിരുവർക്കും അഫെയർ ഉണ്ടെന്ന് പറഞ്ഞ് മെയിൽ അയക്കുന്നുണ്ട്. ഇതൊന്നും അറിയാതെ ഹീറോ ആവട്ടെ അവൾക്ക് വേണ്ടിയിട്ട് ആദ്യമായി ഒരു പ്രോജക്റ്റ് നൽകുന്നുണ്ട്. അവൾ തിരിച്ചിറങ്ങി വന്നപ്പോൾ കാണുന്നത് അവളുടെ സഹപ്രവർത്തകരൊക്കെ എന്തൊക്കെയോ കുശലം പറയുന്നതാണ്. ശരിക്കും ഹീറോയിനെയും പറ്റി ഇതിനോടകം തന്നെ റൂമേഴ്സ് സ്പ്രെഡ് ആയിരുന്നു. അങ്ങനെ ഹീറോയിനെ ഹെഡ് ഓഫീസിലേക്ക് വിളിപ്പിക്കുകയും അവിടുത്തെ ഓഫീസർ ആവട്ടെ ഹീറോയെ പറ്റിയും ഹീറോയിനെ പറ്റിയും
മോശമായി പറഞ്ഞിരിക്കുന്ന അവർക്ക് വന്ന മെയിലാവട്ടെ ഹീറോയിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ തനിക്ക് യാതൊരു ബന്ധവുമില്ലാന്ന് ഹീറോയിൻ പറയുന്നുണ്ടെങ്കിലും അതിന്റെ സത്യാവസ്ഥ അവൾ പ്രൂവ് ചെയ്യണമെന്നും അയാൾ പറയുന്നു. ഹെഡ് ക്വാർട്ടേഴ്സ് വരെ നിങ്ങളെക്കുറിച്ചുള്ള പരാതി എത്തിയിരിക്കുകയാണ്. ഇതിന്റെ സത്യാവസ്ഥ തെളിയിക്കേണ്ടതും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. 2 ദിവസം നിങ്ങൾക്ക് സമയം തരാം ഇതിന്റെ സത്യാവസ്ഥ തെളിയിക്കാൻ. അതിനുശേഷം പ്രോജക്റ്റിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഇനി അതിന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫയർ ചെയ്യുന്നതായിരിക്കും തന്നെ അയാൾ വ്യക്തമാക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ ഹീറോയിൻ അവിടം വിട്ട് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ അവൾ വരുമ്പോൾ തന്നെ ഹീറോ ഇവിടേക്ക് വരുന്നുണ്ട്. കുഴപ്പമില്ല, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാമെന്ന്. അതൊന്നും വേണ്ട, എന്റെ പേരിലല്ലേ കുറ്റം ആരോപിച്ചിരിക്കുന്നത്. എനിക്കറിയാം ഇത് എങ്ങനെ പ്രൂവ് ചെയ്യണമെന്ന്. 2 ദിവസം ടൈം ഉണ്ടല്ലോ എന്ന് ഹീറോയിൻ പറയുമ്പോൾ ഓക്കെ എന്റെ ഇഷ്ടമെന്ന് അവൻ മറുപടിയും പറയുന്നുണ്ട്. എന്നാൽ ഇതിന്റെ പിന്നിൽ ആരോ ഉണ്ടെന്ന് തന്നെ ഹീറോയിന് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ഓഫീസിലേക്ക് പോയി തനിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച ആളുടെ എന്തെങ്കിലും തെളിവുകൾ ലഭിക്കുമോ എന്നവൾ തിരയുന്നുണ്ട്. അങ്ങനെ ഓരോന്നും ചെക്ക് ചെയ്തപ്പോഴാണ് ഹീറോയിൻ വന്ന അന്ന് മുതലുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതും നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും ഒക്കെ ഹീറോയിന്റെ കണ്ണിൽ പെടുന്നത്. എന്തായാലും തന്നോട് ശത്രുതയുള്ളത് ആ ടീച്ചർക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവർ തന്നെ ആയിരിക്കാം ഇത് ചെയ്തിരിക്കുന്നതെന്ന നിഗമനത്തിൽ ഹീറോയിൻ എത്തുന്നു. അതുമൂലം തന്നെ മെയിൽ വന്നിരിക്കുന്ന IP അഡ്രസ്സ് ട്രാക്ക് ചെയ്ത് ഹീറോയിൻ അവിടെ എത്തുമ്പോൾ ആ ടീച്ചർ തന്നെയാണ് അത് അയച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ അവിടെ ടീച്ചറെ മീറ്റ് ചെയ്യണമെന്ന് വിളിച്ചു പറയുകയും അവരവിടേക്ക് വരികയും ചെയ്യുന്നുണ്ട്. നിങ്ങളെ കമ്പനിയിൽ നിന്ന് ഫയർ ചെയ്യാൻ പോവുകയാണെന്ന് കേട്ടല്ലോ, വളരെ കഷ്ടമായി പോയി ആ സ്ത്രീ പറയുമ്പോൾ അതിന് കാരണം നീ തന്നെയല്ലേ എന്ന് ഹീറോയിൻ തുറന്നു ചോദിക്കുന്നുണ്ട്. എന്ത്, ഞാനോ? നിങ്ങൾക്ക് എന്നോട് ദേഷ്യമുണ്ടെന്ന് പറഞ്ഞ് എന്നെ കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുതെന്ന് ആ സ്ത്രീ പറയുന്നുണ്ടെങ്കിലും ഹീറോയിൻ ആവട്ടെ നിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. എന്റെ ജീവിതത്തിലേക്ക് നീയാണ് കടന്നു വന്നത്. ഇതിന്റെ പിന്നിൽ നീയാണ് പ്രവർത്തിച്ചതെന്നുള്ള എവിഡൻസ് തന്റെ പക്കലുണ്ടെന്ന് പറഞ്ഞ് ഹീറോയിനെ എവിഡൻസ് അവളെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എവിഡൻസ് ഒക്കെ അവൾക്ക് എതിരായതുകൊണ്ട് തന്നെ എന്ത് പറയണമെന്നറിയാതെ ആ സ്ത്രീ പതറുന്നുണ്ടെങ്കിലും ഞാനെന്ത് ചെയ്യാനാണ്? എന്റെ തലയിലെഴുത്തിനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓൾറെഡി ഒരു മാരേജ് കഴിഞ്ഞ് ഡിവോഴ്സ് ആയതാണ്. ഇപ്പോൾ രണ്ടാമത് നിന്റെ ഹസ്ബൻഡാണ് എന്റെ അടുത്ത് വന്നത് എന്നെ മാരേജ് ചെയ്യാന്നും പറഞ്ഞ് എനിക്ക് പ്രതീക്ഷ നൽകിയത്. ഇപ്പോൾ വീണ്ടും നീ അവന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അവന് വീണ്ടും നിന്റെ അടുത്ത് ഫീലിങ്സ് തോന്നിയാൽ ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്റെ ഭാഗത്തൊരു തെറ്റുമില്ല എന്ന് തന്നെ ആ പെൺകുട്ടി പറയുന്നുണ്ട്. ശരി, നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതല്ലേ, അതുപോലെ ഞാനും നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നിനക്ക് എന്ത് ചെയ്യാനാവും? ഇത് ഇവിടം വെച്ച് തന്നെ അവസാനിപ്പിച്ചേക്കാം. എന്റെ പേരിൽ ആരോപിച്ചിരിക്കുന്ന കുറ്റം എനിക്ക് തെളിയിച്ചേ മതിയാവും. പ്ലീസ്, ഞാൻ എന്റെ ജീവിതം എങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ചു തീർത്തോളാം. ഞങ്ങൾ ഇരുവരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരാതെ അകന്നു പോയെന്ന് ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് ഹീറോയിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഹീറോയിൻ ആണെങ്കിൽ എന്ത് മറുപടി പറയണമെന്ന് പോലും അറിയില്ലായിരുന്നു. എന്നെ കുറിച്ചുള്ള ആരോപണങ്ങൾ സത്യമല്ല എന്ന് എനിക്ക് തെളിയിച്ചേ മതിയാവും. അതിനുള്ള എവിഡൻസ് ഞാൻ എന്തായാലും സബ്മിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ആ സ്ത്രീ പറഞ്ഞ് സത്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തിരുന്ന റെക്കോർഡറുമായി ഹീറോയിൻ അവിടെ നിന്ന് പോവുകയും ആ സ്ത്രീ അവിടെ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ ഇരുന്ന് കരയുകയും ചെയ്യുന്നുണ്ട്. എവിഡൻസ് സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ദിവസമായിരുന്നു അന്ന്. ഹീറോയിൻ വേഗത്തിൽ തന്നെ ഓഫീസിലേക്ക് പോയി എവിഡൻസുകളെല്ലാം സബ്മിറ്റ് ചെയ്യുന്നു. അവളുടെ പേരിലും ഹീറോയുടെ പേരിലും ആരോപിച്ചിരിക്കുന്ന കുറ്റങ്ങളെല്ലാം കെട്ടിച്ചമച്ചതാണെന്ന് വെളിവാകുന്നു. അവളുടെ എക്സ് ഹസ്ബൻഡ് വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. വളരെ വിഷമത്തോടെ തന്നെ അവൻ അവന്റെ വീട്ടിലേക്ക് പോവുകയും ഇതൊന്നും അറിയാത്ത ആ സ്ത്രീ ആവട്ടെ ഫുഡൊക്കെ റെഡിയായിരിക്കുക, ആഹാരം കഴിക്കാൻ വന്ന് വിളിക്കുമ്പോൾ എന്തിനാ നീ ഇങ്ങനെ ചെയ്തു കൂട്ടിയെന്ന് അയാൾ ചോദിക്കുമ്പോൾ ഞാനെന്ത് ചെയ്തെന്ന ആ വീഡിയോ ഒക്കെ ഫേക്ക് ആണെന്ന് അവർ ചാടിക്കയറി പറയുന്നുണ്ട്. അതിന് ഞാൻ നിന്നോടൊന്നും ചോദിച്ചില്ലല്ലോ, അപ്പോൾ നീ തന്നെയാണ് ഇതിന്റെയൊക്കെ പിന്നിൽ. എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? നീ കാരണം എന്റെ ജോലിയും പോയിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്ന് അയാൾ വിഷമത്തോടെ പറയുമ്പോൾ ഞാൻ വേണമെങ്കിൽ അവരോട് പോയി ക്ഷമ പറയാം. അതൊന്നും വേണ്ട, ഇനി അതിന്റെ ആവശ്യമില്ല എന്ന് തന്നെ അയാൾ വ്യക്തമാക്കുന്നുണ്ട്. ഉടനടി തന്നെ ആ സ്ത്രീ പിന്നിൽ നിന്ന് അവനെ ചേർത്ത് പിടിച്ചതിനു ശേഷം നിങ്ങൾ എവിടെ പോയാലും അവിടേക്ക് ഞാനും വരുമെന്ന് പറയുന്നു. പക്ഷെ ആ സ്ത്രീയുടെ ഉള്ളിലെ ദേഷ്യം അപ്പോഴും അവരുടെ മുഖത്ത് പ്രകടമായിരുന്നു. റുജിങ്ങിനോടൊപ്പം തന്നെ ആ സ്ത്രീയും മകളും കൂടി അവന്റെ അച്ഛനമ്മമാരുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ അവന്റെ അച്ഛനമ്മമാർക്കാവട്ടെ ആ സ്ത്രീയെ ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവൾ അവരുടെ മകന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷമാണ് നല്ലൊരു മരുമകളായ യാങ്ഷിയെയും അതുപോലെ ചെറുമകനെ നഷ്ടപ്പെട്ടെന്നും യാങ്ഷി പോയതിനു ശേഷം തന്റെ മകന്റെ ജീവിതം ആകെ നശിച്ചു എന്നൊക്കെ പറഞ്ഞ് അവരിരുവരും ആ സ്ത്രീയെ കുറ്റപ്പെടുത്തുന്നു. അവിടെ നിന്ന് വന്നതിന് ശേഷം ആ സ്ത്രീയാവട്ടെ തന്റെ മകളോട് റുജിങ്ങി വരുമ്പോൾ അവന്റെ അച്ഛനും അമ്മയും ആ കൊച്ചു പെൺകുട്ടിയോട് മോശമായി പെരുമാറി എന്ന് പറയാനായി ഏൽപ്പിക്കുന്നു. പക്ഷേ ആ കൊച്ചുകുട്ടിയാവട്ടെ അങ്ങനെയൊന്നും പറയാൻ സാധിക്കില്ല. തന്നോട് അവരിരുവരും നല്ല രീതിക്കാണ് പെരുമാറുന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും അവളുടെ ജീവിതത്തിന് നല്ലതിന് വേണ്ടിയിട്ടാണ് താൻ പറയുന്നത് അനുസരിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞ കൊച്ചുകുട്ടിയെ അവർ ഭീഷണിപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ റുജിങ്ങി വരുമ്പോൾ അവർ പറഞ്ഞതുപോലെ തന്നെ ആ കൊച്ചുകുട്ടി പറയുന്നുണ്ട്. ഉടനടി തന്നെ മാതാപിതാക്കളോട് അങ്ങനെയൊക്കെ പറഞ്ഞോ എന്ന് അവൻ തിരക്കുകയും ചെയ്യുന്നു. എന്നാൽ അവര് നിരസിക്കുന്നുണ്ട്. ഞങ്ങൾ ഇരുവരും നല്ലപോലെയാണ് ആ കൊച്ചുകുട്ടിയോട് പെരുമാറിയെന്നും അവളുടെ അമ്മ അവളെ നല്ലപോലെ വളർത്താത്തത് കൊണ്ടാണ് ഇങ്ങനെ കള്ളം പറയുകയൊക്കെ ചെയ്യുന്നതെന്നും പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ റുജിങ്ങി അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, മോളെ നീ സത്യം പറ, അവര് നിന്നെ എന്തെങ്കിലും മോശമായി പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ആ കൊച്ചുകുട്ടി കരയുകയേ ചെയ്തോളൂ. അതുകൊണ്ട് തന്നെ റുജിങ്ങി പിന്നീട് മറുപടിയൊന്നും പറയാതെ അവിടം വിട്ട് പോവുകയായിരുന്നു. അകത്തേക്ക് ആ കൊച്ചുകുട്ടിയെ കൊണ്ടുപോയിട്ട് പറഞ്ഞ കാര്യങ്ങൾ പോലും അതുപടി അനുസരിക്കാൻ വയ്യ എന്ന് ചോദിച്ച് അടിക്കുന്നുണ്ട്. നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇങ്ങനെ പോയാൽ നമുക്ക് ഈ ജീവിതം നഷ്ടമാവും.
പറഞ്ഞു തന്നതുപോലെ അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ നടുതെരുവിൽ ഇറങ്ങി നിൽക്കേണ്ടി വരുമെന്ന് അവർ പറയുമ്പോൾ തന്നെയായിരുന്നു രുചിങ്ങി അവിടേക്ക് കയറി വരുന്നത്. നീ എന്തൊക്കെ ഈ കാണിച്ചു കൂട്ടുന്നത്? കൊച്ചുകുട്ടിയോട് പോലും കള്ളം പറഞ്ഞു പഠിപ്പിച്ചിരിക്കുകയാണോ? അവരവിടെ എന്ത് പറയണോന്നറിയാതെ തന്നെ പതറിപ്പോകുന്നുണ്ട്. ഇതേസമയം തന്നെ രുചിങ്ങി കൊച്ചുകുട്ടിയോട് ചോദിക്കുന്നുണ്ട്, സത്യം പറ, മുത്തശ്ശനും മുത്തശ്ശിയും മോശമായി എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ അവളൊന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. ഉടനടി തന്നെ ആ സ്ത്രീ പറയുന്നുണ്ട്, അച്ഛനോട് സത്യം പറ, അമ്മയല്ല അവരാണ് കള്ളം പറയുന്നതെന്ന്. ഉടനടി തന്നെ ആ കൊച്ചുകുട്ടിയാവട്ടെ ഇതെന്റെ അച്ഛനല്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങി ഓടുന്നുണ്ട്. അപ്പോൾ അതാണ് കാര്യം, അവൾക്ക് എന്നെ അച്ഛനെന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല. നീ ഫോഴ്സ് ചെയ്ത് അവളെ എങ്ങനെ പറയിപ്പിച്ചതാണ്. ഞാൻ ശരിക്കും ഒരു വിഡ്ഢിയാണ്. എത്രയോ നല്ലൊരു ജീവിതം നയിച്ചുകൊണ്ടിരുന്നിട്ട് നിന്നെ പോലൊരുത്തിയുടെ പിന്നാലെ വന്നു. പക്ഷേ തന്നെ ഒരു തരി പോലും നീ സ്നേഹിച്ചില്ലല്ലോ. എന്തിനാ ഇങ്ങനെ പെരുമാറുന്നതെന്ന് അവൻ വല്ലാതെ വിഷമത്തോടെ തന്നെ ചോദിക്കുന്നു. ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്കുക, മനഃപൂർവ്വം അല്ല ഇങ്ങനെ ചെയ്തത്. നിങ്ങൾ എന്നെ വിട്ടിട്ട് പോകുന്നുള്ള ഭയം കൊണ്ട് ചെയ്തു പോയാണെന്നൊക്കെ അവൾ പറയുന്നുണ്ട്. എന്നാൽ രുചിങ്ങി ആവട്ടെ എനിക്ക് കുറച്ചു നേരം തനിയെ ഇരിക്കണമെന്ന് പറയുന്നു. രുചിങ്ങിന്റെ കണ്ണുകളും ഇതേ സമയം നിറഞ്ഞിരുന്നു. അപ്പോഴാണ് വാതിലാരോ തട്ടുന്ന ശബ്ദം കേട്ട് ആ ടീച്ചർ ചെന്ന് വാതിൽ തുറന്നു നോക്കുന്നത്. പോലീസുകാരായിരുന്നു അവരെ അറസ്റ്റ് ചെയ്യാൻ അവിടെ ഉണ്ടായിരുന്നത്. ഹീറോയും ഹീറോയിനെയും കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കിയത് കൊണ്ട് തന്നെ അവർ പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ വളരെയധികം പരിഭ്രാന്തിയോടെ തന്നെ ആ സ്ത്രീ ആവട്ടെ രുചിങ്ങിന്റെ കാലിൽ പിടിച്ച് തന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് അപേക്ഷിക്കുന്നുണ്ട്. എന്നാൽ രുചിങ്ങി ആവട്ടെ, നിന്റെ മകളെ എന്റെ അച്ഛനമ്മമാർ നല്ലപോലെ തന്നെ നോക്കിക്കോളും, പൊക്കോളൂ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അവളെ പറഞ്ഞയക്കുന്നുണ്ട്. തന്റെ ജീവിതം താൻ തന്നെ നശിപ്പിച്ചല്ലോ എന്നോർത്ത് അയാൾ വല്ലാതെ ഖേദിക്കുന്നു. പിന്നീട് ഹീറോയിനെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ഗിഫ്റ്റ്സുകളുമായി അയാൾ പോകുന്നുണ്ട്. നിനക്കായി വാങ്ങിക്കൊണ്ടുവന്ന ടോയ്സ് ആണെന്ന് പറഞ്ഞ് യാങ്ങിന്റെ കയ്യിലേക്ക് അയാൾ അത് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതിലും കോസ്റ്റ്ലിയും ലിമിറ്റഡ് എഡിഷൻ ആയിട്ടുള്ള ടോയ്സ് ഒക്കെ അങ്കിൾ വാങ്ങിച്ചു തന്നിട്ടുണ്ടെന്ന് പറയുന്നു. ഇതേ സമയം തന്നെ ഹീറോ അവർക്കുള്ള ഫുഡുമായി അകത്തേക്ക് കയറി വരുന്നുണ്ട്. ഹീറോയെ കണ്ടത് സന്തോഷത്തോടെ തന്നെ യാങ് അവന്റെ അടുത്തേക്ക് ഓടുന്നുണ്ട്. അവരൊരു ഫാമിലിയെ പോലെ പെരുമാറുന്നതൊക്കെ കണ്ടപ്പോൾ അവളുടെ എക്സ് ഹസ്ബൻഡിന് വല്ലാതെ വിഷമാവുന്നുണ്ട്. ഹീറോ ആവട്ടെ എന്തിരുന്നാലും അവനോട് ഫുഡ് കഴിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. വേണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ അവിടം വിട്ടിറങ്ങുന്നു. അങ്ങനെ വളരെയധികം വിഷമത്തോടെ വീട്ടിലേക്ക് പോയ രുചിങ്ങി ആവട്ടെ ഒരുപാട് മദ്യപിക്കുന്നുണ്ട്. ഹീറോയിനുമൊത്തുള്ള ഓരോ നിമിഷങ്ങളും അവന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു. അവനൊരു ബിസിനസ് ട്രിപ്പിന് പോയ സമയത്ത് അവന്റെ ബർത്ത്ഡേ ആയിരുന്നു. അവനെ സർപ്രൈസ് ചെയ്യിക്കാനായി ഹീറോയിൻ ഗിഫ്റ്റുമായി എവിടെ എത്തുന്നുണ്ട്. ആ വീഡിയോ ഒക്കെ അവൻ എടുത്തു വെച്ച് സന്തോഷത്തോടെ കാണുന്നു. അവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈ 10 വർഷം വളരെ നന്നായി തന്നെയാണ് നീ എന്നെ പരിപാലിച്ചത്. നീ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. പക്ഷേ ആ സ്നേഹം ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. നിന്നോടൊപ്പമുള്ള ജീവിതം വളരെ സമാധാനപൂരിതമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൾക്ക് വേണ്ടി നിന്നെ ഉപേക്ഷിച്ചപ്പോൾ എന്റെ ജീവിതമാകെ നശിച്ചു. അവൾക്ക് വേണ്ടി നിന്നെ ഉപേക്ഷിച്ചത് തെറ്റായി പോയി എന്നൊക്കെ അയാൾ സ്വയം ഇരുന്ന് പറയുന്നുണ്ട്. സ്വന്തം മകനെ നോക്കാത്തതിലല്ല ഹീറോയിനുമായി വീണ്ടും ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കുമോ എന്നൊക്കെയാണ് അയാൾ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഹീറോയിന് ഒരു വമ്പിച്ച പ്രോജക്റ്റ് കിട്ടിയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവൾ ട്രീറ്റ് കൊടുക്കുകയായിരുന്നു. രുചിങ്ങി അവിടേക്ക് വന്നിട്ട് അവളോട് പറയുന്നുണ്ട്, ഞാൻ ആ ടീച്ചറെ ബ്രേക്കപ്പ് ചെയ്തു, നമ്മൾക്ക് ഇരുവർക്കും വീണ്ടും എന്ന് പറയുമ്പോൾ തന്നെ ഹീറോയിൻ പറയുന്നുണ്ട്, ഇതിനപ്പുറം നിന്നെ എനിക്ക് സ്നേഹിക്കാൻ സാധിക്കില്ല. എന്റെ ജീവിതവും എന്റെ മകനെയും ഞാൻ തന്നെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഹീറോ അവിടെ രുചിങ്ങിന്റെ അടുത്ത് സംസാരിക്കാനായി വരുന്നുണ്ട്. നിന്റെ ലൈഫിലെ എല്ലാം നീ തന്നെയാണ് നശിപ്പിച്ചതെന്ന് ഹീറോ പറയുന്നുണ്ട്. ഞാൻ ചെയ്തത് എത്രമാത്രം വലിയ തെറ്റാണെന്ന് എനിക്കറിയാം. ഞാൻ എന്റെ ജോബ് റിസൈൻ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ സൈൻ ചെയ്യേണ്ട താമസം മാത്രമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് സൈൻ ചെയ്തു തരാമോ അത്രയും പെട്ടെന്ന് സൈൻ ചെയ്തു തരണം. എല്ലാവരിൽ നിന്നും ദൂരത്തേക്ക് പോകാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. എന്റെ മകനെയും നല്ലപോലെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു ത്യാഗിയെ പോലെ തന്നെ അവൻ സംസാരിക്കുന്നുണ്ട്. ഇനി അവളുടെ ജീവിതം അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ അവൾ ജീവിച്ചോട്ടെ. ഇപ്പോൾ അവൾ എത്രമാത്രം ഹാപ്പിയാണെന്ന് നീ കണ്ടില്ലേ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ, അതെ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്, എല്ലാം എന്റെ കൺമുന്നിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് റൂയിങ് അവിടെ നിന്ന് പോകുന്നു. പിന്നീട് ഹീറോ അവിടെ തിരിച്ചെത്തി എല്ലാവരുമായി ഒരുപാട് ഡ്രിങ്ക്സ് കഴിക്കുന്നുണ്ട്. എന്തിനാ ഇങ്ങനെ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്നത്? എനിക്ക് വേണ്ടിയിട്ടാണോ എന്ന് ഹീറോയിൻ ചോദിക്കുന്നുണ്ട്. ഞാൻ വളരെ ഹാപ്പിയാണ്, ആ പ്രോജക്റ്റ് നീ വിൻ ചെയ്തല്ലോ എന്ന് പറഞ്ഞ് ഹീറോ ഒരുപാട് മദ്യപിക്കുന്നുണ്ട്. പിന്നീട് വളരെ പാടുപെട്ടാണ് അവനെ ഹീറോയിൻ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഒടുക്കത്തെ ഭാരം തന്നെ എടുത്തിട്ട് എന്റെ നടു പോയല്ലോ എന്ന് അവള് പറയുന്നുണ്ട്. ഉടനടി തന്നെ ഹീറോ ഇറങ്ങി താഴേക്ക് ഇരിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ഇരിക്കും, എവിടെ പോവുകയാ, ഞാൻ പോയി കുറച്ച് വെള്ളം എടുത്തിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അവൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോഴേക്കും ഹീറോ അവളുടെ കയ്യിൽ പിടിക്കുന്നുണ്ട്. എന്താണെന്ന് ഹീറോയിന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞ് ഹീറോയിൻ വെള്ളം എടുക്കാനായി പോകുന്നുണ്ട്. അവൾ വെള്ളം കൊണ്ടു കൊടുക്കുമ്പോൾ അത് മുഴുവൻ കുടിച്ചിട്ട് പെട്ടെന്ന് അവൻ ഹീറോയിന്റെ കാലിലേക്ക് കിടന്നിട്ട് കരയാൻ തുടങ്ങുന്നുണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു, ഇപ്പോഴും ഞാൻ പറയണമെന്ന് വിചാരിച്ചേ, പക്ഷെ എനിക്ക് എന്നെ സാധിച്ചില്ല. വർഷങ്ങൾക്ക് മുമ്പ് എന്നെ പറയണമെന്ന് വിചാരിച്ചേ, അന്നോ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ നിന്നെ ഒരുപാട് ലവ് ചെയ്തിരുന്നു, എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നിനക്കറിയാമോ എന്ന് അവൻ ചോദിക്കുമ്പോൾ, നീ ഭ്രാന്ത് പറയാതെ, ഡ്രിങ്ക്സ് കഴിച്ചതുകൊണ്ടാണ് നീ ഇങ്ങനെ ഓരോന്ന് പറയുന്നതെന്ന് പറഞ്ഞ് ഹീറോയിൻ അവനൊരു തള്ളു കൊടുക്കുന്നുണ്ട്. ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് തന്നെയാണ് സത്യം. 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിന്നോട് ഇത് തുറന്നു പറയാൻ വന്നതാണ്. പക്ഷെ അന്ന് ഗ്രാജുവേഷൻ കഴിഞ്ഞു, വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് നീ പെട്ടെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് നിന്നോട് എന്റെ ഇഷ്ടം കൺഫസ് ചെയ്യാൻ സാധിച്ചില്ല. 10 വർഷങ്ങൾക്കിടയിൽ ഞാൻ വളരെ ഹാപ്പിയാണെന്നാണ് കരുതിയിരുന്നത്. പക്ഷെ അപ്പോഴും നിന്നെ മിസ് ചെയ്തുകൊണ്ടേയിരുന്നു. ഇപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്നാണ് എന്റെ ആഗ്രഹം. പ്ലീസ് എനിക്ക് ഒരു ചാൻസും കൂടി തന്നൂടെ? 10 വർഷങ്ങൾക്ക് മുമ്പ് നിന്നോട് എന്റെ ഇഷ്ടം തുറന്നു പറയാതെ പോയതിന്റെ പേരിൽ ഇപ്പോഴും ഞാൻ വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അതിന് എനിക്ക് സാധിക്കില്ല. ഒരവസരം കൂടി എനിക്ക് തന്നൂടെ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഹീറോയിനാണെങ്കിൽ എന്ത് പറയണോന്നറിയാതെ കരഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു.
ഹീറോ അവിടെ അവളുടെ കണ്ണീരൊക്കെ തുടച്ചു കൊടുത്ത് അവളെ കിസ് ചെയ്യാനായി പോകുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അവളുടെ മടിയിലേക്ക് കിടന്നുറങ്ങുന്നുണ്ട്. നിനക്ക് ശരിക്കും വട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹീറോയിൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിറ്റേ ദിവസം ഹീറോ എഴുന്നേൽക്കുമ്പോഴാണ് അവന് മനസ്സിലാവും തലേ ദിവസം സോഫയിലാണ് കിടന്നിരുന്ന ഹീറോയിൻ വന്ന് അവന് കോഫി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടേക്ക് ഇരുന്നിട്ട് കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ സാറിന് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ച് അവൻ ഉറങ്ങുന്ന ഫോട്ടോ എടുത്ത് കാണിക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ പരിഭ്രാന്തിയോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് ഓടുന്നു. ഹീറോയിന്റെ പകരം അവിടെ അങ്കിൾ പോയോ എന്ന് വന്ന് ചോദിക്കുന്നുണ്ട് അവളോട്. അങ്കിൾ പോയി എന്ന് പറഞ്ഞ് അവള് ചിരിക്കുന്നുണ്ട്. പിറ്റേ ദിവസം ഹീറോ അവളെ അവന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. എന്തിനെ തന്നെ ഇവിടേക്ക് കൊണ്ടുവന്നേന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ തന്നെ അവൻ പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നിന്നോട് പറഞ്ഞ കാര്യങ്ങളൊന്നും മദ്യത്തിന്റെ പുറത്ത് പറഞ്ഞതല്ല, എന്റെ ഉള്ളിലുള്ള ഫീലിങ്സ് തന്നെയാണ് ഞാൻ നിന്നോട് വെളിപ്പെടുത്തിയത്. എന്റെ ലൈഫിൽ നീ കൂടെ ഉണ്ടാവണമെന്നാണ് എന്റെ ആഗ്രഹം. നിന്റെ മറുപടി എന്താണെന്ന് എനിക്കറിയില്ല. നിനക്കറിയാമോ, ചെറിയ പ്രായത്തില് സ്വീറ്റ്സ് കഴിച്ചാൽ എപ്പോഴും ഹാപ്പി ആയിരിക്കുന്നു നീ പറഞ്ഞത്. അതിനുശേഷം എപ്പോഴും ഞാൻ സ്വീറ്റ്സ് കഴിക്കുമായിരുന്നു. സന്തോഷം എന്താണെന്ന് നിന്നിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത്. നിന്നോടൊപ്പം ഉള്ള ഒരു കുടുംബജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് ഹീറോയിൻ, ഞാൻ ഓൾറെഡി ഡിവോഴ്സ് ആണ്, എനിക്കൊരു മകനും ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമല്ലേ എന്ന് ഹീറോ പറയുന്നുണ്ട്. അത് ശരിയാണ്, എല്ലാം നിനക്കറിയാം. പക്ഷേ എന്റെ മകനെ നിനക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. എന്തായാലും ഇതൊന്നും വേണ്ട എന്ന് ഹീറോയിൻ പറയുന്നുണ്ടെങ്കിലും നീ ഇതിനെ പറ്റിയൊന്നും ആലോചിക്കണ്ട, എന്നോടൊപ്പം വാന്ന് പറഞ്ഞ് ഹീറോ ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ആ ഒരു മുറി മുഴുവൻ കുട്ടികളുടെ ടോയ്സും ഹീറോയിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റുകളുമായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ തന്നെ അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. ഈ ടോയ്സ് എല്ലാം നമ്മുടെ മകന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ്. ഈ ജ്വല്ലറീസ് എല്ലാം നിനക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എപ്പോഴെങ്കിലും എൻ്റെ അടുത്തേക്ക് നീ മടങ്ങി വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ നീ ഡിവോഴ്സ് ആയി എന്നും പറഞ്ഞ് അതിലെനിക്ക് സന്തോഷമൊന്നുമില്ല. പക്ഷേ ഒരേ ഒരു കാര്യം, നീ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഞാൻ വളരെ ഹാപ്പി ആയിരിക്കും. എന്നെ നീ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിനക്ക് യാതൊരു വിഷമോ സങ്കടവും ഉണ്ടാവാതെ ഞാൻ നിങ്ങൾ ഇരുവരെയും നോക്കിക്കൊള്ളാമെന്ന് ഹീറോ പറയുമ്പോൾ ഹീറോയിൻ സന്തോഷത്തോടെ തന്നെ അവന്റെ ഇഷ്ടത്തെ അംഗീകരിക്കുകയും അവനെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചൈനീസ് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ ഹീറോയും കൂട്ടിക്കൊണ്ട് ഹീറോയിൻ അവളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവളുടെ മാതാപിതാക്കൾ ഹീറോയെ കണ്ടപ്പോൾ വളരെയധികം ഹാപ്പി ആവുകയും എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ഫുഡ് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. ഹീറോ ഇതിനു മുമ്പൊന്നും കുടുംബത്തോടൊപ്പം ചൈനീസ് ന്യൂ ഇയർ ഒന്നും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. അതിന്റെ സന്തോഷം അവന്റെ മുഖത്ത് കാണാനുണ്ടായിരുന്നു. അവരിരുവരും ഇങ്ങനെ ക്ലോസ് ആയി പെരുമാറുന്നൊക്കെ കണ്ടിട്ട് അവളുടെ അമ്മ സംശയത്തോടെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും? ഹീറോയിൻ ഉടനടി തന്നെ പറയുന്നുണ്ട്, ഇനി ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചായിരിക്കും. ഞങ്ങൾ ഇരുവരും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഹീറോയിന്റെ അമ്മയ്ക്ക് ഇതിൽ പരം ഒരു സന്തോഷമില്ല. ഇനിയെങ്കിലും തന്റെ മകൾക്ക് നല്ലൊരു ജീവിതം ലഭിക്കുമല്ലോ എന്നവർ ആശ്വാസത്തോടെ പറയുന്നുണ്ട്. എന്നാൽ അച്ഛനാവട്ടെ തന്റെ മകൾ വിവാഹമോചിതയാണ്, ഒരു പ്രാവശ്യം നല്ലൊരു ജീവിതം ലഭിക്കുമെന്ന് കരുതി തന്നെയാണ് അവളെ വിവാഹം കഴിപ്പിച്ചയച്ചത്. വീണ്ടും അത് തന്നെ ആവർത്തിച്ചാലോ എന്ന് വല്ലാതെ ഫീൽ ചെയ്ത് ചോദിക്കുമ്പോൾ ഹീറോ അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്, അച്ഛൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നിങ്ങളുടെ മകളെ ഞാൻ നന്നായി തന്നെ നോക്കിക്കോളാം. അവൾക്ക് യാതൊരു കുറവും വരില്ല, അവളോടൊപ്പം എപ്പോഴും കാണുമെന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ അച്ഛന് കുറച്ച് സമാധാനമാവുന്നുണ്ട്. പിന്നീട് എല്ലാവരും ചേർന്ന് ഡംപ്ലിങ്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഹീറോയിൻ ചെയ്യുന്നതിന്റെ ഷേപ്പ് ശരിയായില്ല എന്ന് പറഞ്ഞ് അവളുടെ അമ്മ അവളെ കളിയാക്കുന്നുണ്ട്. അങ്ങനെ അവർ ഹാപ്പിയായി ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഹീറോയുടെ അമ്മയാവട്ടെ ഹീറോയിനെയും കൂട്ടി വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഹീറോയിൻ്റെ കൂടെ ഒരു അക്ഷരം പോലും സംസാരിക്കാതെ അവരാവട്ടെ ഹീറോയെ വിളിച്ചുകൊണ്ട് കുറച്ച് അപ്പുറത്തേക്ക് മാറി നിന്ന് സംസാരിക്കുന്നുണ്ട്. എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടില്ല. വിവാഹമോചിതയായ ഒരു പെൺകുട്ടിയോടൊപ്പം നീ ജീവിക്കുന്നത് കാണാൻ എനിക്ക് തീരെ താല്പര്യമില്ല. മറ്റൊരു പെൺകുട്ടിയെ നമുക്ക് നോക്കാമെന്ന് അമ്മ പറയുന്നുണ്ടെങ്കിലും സോറി അമ്മേ, എന്റെ ലൈഫ് ഞാൻ ഓൾറെഡി ഡിസൈഡ് ചെയ്തു എന്ന് പറഞ്ഞ് ഹീറോയിനെയും കൂട്ടിക്കൊണ്ട് അവിടം വിട്ടു പോകുന്നു. പിന്നീട് ഹീറോയുടെ അമ്മയാവട്ടെ അവളെ തനിച്ചു വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഒരമ്മ എന്ന നിലയിൽ തന്റെ മകന് നല്ലൊരു ജീവിതം ലഭിക്കണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ തന്റെ മകന്റെ ജീവിതത്തിൽ നിന്ന് നീ ഒഴിഞ്ഞു പോകണമെന്ന് തന്നെ അവളോട് അവർ ആവശ്യപ്പെടുന്നുണ്ട്. മകന്റെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഇത്ര വ്യാകുലതയുണ്ടെന്ന് ഞാൻ ഇതുവരെയും കേട്ടിരുന്നില്ലല്ലോ. ഇത്രയും നാളും അവൻ എത്രത്തോളം വിഷമം അനുഭവിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഇതുവരെയും അവൻ അവന്റെ ബർത്ത്ഡേ പോലും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അവന്റെ ബർത്ത്ഡേക്ക് സാധാരണ ഗിഫ്റ്റുകളല്ല ഞാൻ കൊടുക്കുന്നത്, വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളതാണെന്ന് പറഞ്ഞ് അവർ വാദിക്കുന്നുണ്ട്. ഇതിൽ അവൻ എപ്പോഴെങ്കിലും സന്തോഷവാനാണെന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും തിരക്കിയിട്ടുണ്ടോ? അവൻ ആകെ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ അവന്റെ ബർത്ത്ഡേക്ക് അവനോടൊപ്പം ഉണ്ടായിരിക്കണമെന്നാണ്. അവൻ എത്രത്തോളം ഇത്രയും നാളും ഫീൽ ചെയ്തെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവനോടൊപ്പം നിന്ന് അവന് ആവശ്യമുള്ളതൊക്കെ നൽകണമെന്നാണ്. എന്നാൽ അവൻ ഇപ്പോൾ നിങ്ങളോടൊപ്പം ഇല്ല. ഓരോ ബർത്ത്ഡേടന്നും നിങ്ങളോടൊപ്പം ചേർന്ന് ഒരു ഫോട്ടോ എടുക്കണമെന്ന് അവൻ എത്രമാത്രം ആഗ്രഹിച്ചിരുന്നു എന്നറിയാമോ? ഞാൻ അവന്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകണമെന്നല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? തീർച്ചയായും ഞാനത് ചെയ്യാം. പക്ഷേ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നാളെ സ്റ്റുഡിയോയിലേക്ക് വന്ന് അവനുമായി ഒരു ഫോട്ടോ എടുക്കണം. അതിനുശേഷം അവനെ വിട്ട് ഞാൻ പൊക്കോളാമെന്ന് തന്നെ ഹീറോയിൻ ഉറപ്പ് കൊടുക്കുന്നു. അവരെന്തോ പറയാൻ വരുന്നുണ്ടെങ്കിലും ഹീറോയിൻ ഇടയ്ക്ക് കയറി പറയുന്നുണ്ട്, തീർച്ചയായും അമ്മ നാളെ രാവിലെ തന്നെ എത്തണം, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. പിറ്റേ ദിവസം സ്റ്റുഡിയോയിൽ ഹീറോയിനും വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്റെ ആഗ്രഹം എന്തായാലും നടക്കാൻ പോകുന്നില്ല, അമ്മ ഒരിക്കലും വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹീറോയിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങിയതാണെങ്കിലും അതേസമയം അവന്റെ അമ്മ എവിടെ എത്തുന്നുണ്ട്. സോറി, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി എന്ന് പറഞ്ഞ് അവർ ഫോട്ടോ എടുക്കാനായി ചെന്നിരിക്കുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ ഫാമിലി ഫോട്ടോ എന്ന് പറഞ്ഞെങ്കിലും ഒരുപാട് മാറിയാണ് നിൽക്കുന്നത്.
അടുത്ത് വന്ന് നിൽക്കുന്നു പറഞ്ഞ് ഹീറോയെ അവൾ നിർബന്ധിച്ച് എന്നെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. ഫാമിലി ഫോട്ടോ അല്ലേ എടുക്കുന്നത്, നീയും കൂടി വന്നു നിന്നാലേ ഇത് കംപ്ലീറ്റ് ആവൂന്ന് ഹീറോയിനെ നോക്കിക്കൊണ്ട് അവന്റെ അമ്മ പറയുന്നുണ്ട്. അങ്ങനെ അതുവരെ സന്തോഷമില്ലായിരുന്ന ഹീറോയുടെ മുഖത്തും പുഞ്ചിരി വരുന്നുണ്ട്. ഹീറോയിൻ വന്ന് അവന്റെ കൈകൾ ചേർത്ത് പിടിച്ച് ഫോട്ടോ എടുക്കാനായി നിൽക്കുന്നു. ഒടുവിൽ ഹീറോയുടെ അമ്മയും അവരുടെ ഇഷ്ടത്തിന് അപ്രൂവ് ചെയ്തിരിക്കുകയാണ്. നൈറ്റ് ആയപ്പോഴേക്കും ഹീറോയുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ് കേക്കുമായി എല്ലാവരും അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അതിന് എന്റെ ബർത്ത്ഡേ കഴിഞ്ഞല്ലോ എന്ന് ഹീറോ പറയുന്നുണ്ടെങ്കിലും ഇത് ലൂണാർ ബർത്ത്ഡേ ആണ്, ഇതും സെലിബ്രേറ്റ് ചെയ്യണോ എന്ന് ഹീറോയിൻ പറയുന്നുണ്ട്. ഈ കേക്ക് കണ്ടിട്ട് ഇത്ര ശരിയായില്ലല്ലോ എന്ന് പറഞ്ഞ് ഹീറോയിനെ അവൻ കളിയാക്കുന്നുണ്ടെങ്കിലും ഈ കേക്ക് നിന്റെ അമ്മ നിനക്ക് വേണ്ടി റെഡിയാക്കിയതാണ് എന്ന് ഹീറോയിൻ പറയുമ്പോൾ തന്നെ അവന്റെ അമ്മ പറയുന്നുണ്ട്, സോറി മോനെ, ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തതാണ്, വളരെ നന്നായി തന്നെ കേക്ക് ഉണ്ടാക്കാൻ, മൂന്നാമത്തെ പ്രാവശ്യമാണ് അത് ഇത്രയെങ്കിലും ഒന്ന് ശരിയായത്. ഇത് കേട്ടപ്പോൾ ഹീറോ വളരെ ഹാപ്പി ആവുന്നുണ്ട്. ഇതുവരെയും വിലപിടിപ്പുള്ള വസ്തുക്കൾ മാത്രം സമ്മാനമായി നൽകിയിരുന്ന അമ്മ അവരുടെ സ്വന്തം കൈകൊണ്ട് സ്നേഹത്തോടെ അവന് വേണ്ടി തയ്യാറാക്കിയതല്ലേ, അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടെ തന്നെ തന്റെ മകനുമായി ചേർന്നാണ് കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു അവൻ ആ കേക്ക് കട്ട് ചെയ്യുകയും എല്ലാവരുമായി ചേർന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഫോട്ടോസൊക്കെ ഹീറോയിൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അവളുടെ എക്സ് ഹസ്ബൻഡ് ഈ ഫോട്ടോസൊക്കെ കാണുകയും വളരെയധികം വിഷമത്തോടെ തന്നെ അവളുമായിട്ടുള്ള സന്തോഷകരമായ ജീവിതം തനിക്ക് നഷ്ടപ്പെട്ടു എന്നും ഇനിയെങ്കിലും അവള് സന്തോഷത്തോടെ തന്നെ ജീവിക്കട്ടെ എന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. ഹീറോയിൻ ഇതിനോടകം തന്നെ വലിയൊരു ബിസിനസ് വുമൺ ആയി കഴിഞ്ഞിരുന്നു ഹീറോയുടെ സഹായത്തോടെ. പക്ഷേ ബിസിനസ് സംബന്ധമായ തിരക്കുകൾ ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെ അവൾ അവളുടെ ഫാമിലിയെ വല്ലാതെ മിസ് ചെയ്തിരുന്നു. അവളുടെ മകനവിടെ അവളുടെ അടുത്ത് ഒന്ന് പറയുന്നുണ്ട്, അമ്മ ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന്. ഉടനടി തന്നെ അവൻ മാറ്റി പറയുന്നുണ്ട്, ചുമ്മാ പറഞ്ഞതാ, എന്റെ അച്ഛൻ അടുത്തുള്ളപ്പോൾ ഞാൻ ഒരിക്കലും നിങ്ങളെ മിസ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ അവൻ മുന്നോട്ട് ഓടിപ്പോകുന്നു. ഹീറോയിൻ വളരെയധികം സന്തോഷത്തോടെ തന്നെ ഹീറോ അടുത്ത് നന്ദി പറയുന്നുണ്ട്, തന്റെ ജീവിതം താൻ ആഗ്രഹിച്ച പോലെ ജീവിക്കാൻ അനുവദിച്ചതിന്, തന്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ തന്നോടൊപ്പം താങ്ങും തണലുമായി നിന്നതിന്. ഉടനടി തന്നെ ഹീറോ അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചിട്ട് എപ്പോഴും നിനക്ക് സപ്പോർട്ടായി താൻ കാണുമെന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ ഇവർ സന്തോഷത്തോടെ നടന്നു പോകുന്നിടത്ത് നമ്മുടെ ഡ്രാമ അവസാനിച്ചിരിക്കുകയാണ്. ഡ്രാമയിൽ കുറച്ച് കൂട്ടുകാരെന്നോട് പേര് പറയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹായ് സീനത്ത്, ഈസ, ഫാത്തിമ, അൻഷ, സഫ്രി, മാർവ, മുച്ചു, മാലിക്. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ഡ്രാമ കണ്ടാൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഡ്രാമ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ഓപ്ഷൻ കൊടുക്കാനും മറക്കണ്ട. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവരും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു ഡ്രാമയുമായി ഉടനടി തന്നെ കാണാം. വീണ്ടും കാണും വരെ ബൈ ബൈ.